हरे कृष्णा सर्वम कृष्ण अर्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, രാധാ പവന പരീക്ഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗീതാ പഠന ക്ലാസ്സിലേക്കും ഹനുമത് ചരിതത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. രണ്ടും കൂടിയാണ് എടുക്കുന്നത്. സമയമുണ്ടെങ്കിൽ ഹനുമത് ചരിതം കഴിഞ്ഞ് കുറച്ച് സമയമുണ്ടെങ്കിൽ ഗീതാ പഠനം എടുക്കും. കാരണം ഹനുമത് ചരിതം ഏതാണ്ട് തീരാറായിട്ടുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. കൃഷ്ണദാസൻ ഫസ്റ്റ് കമ്മിങ്. ആദ്യത്തെ 3 പ്ലേസ് കൊടുക്കാം. സെക്കൻഡ് ആരാ നോക്കട്ടെ. മഞ്ജരീസിലെ ഫാമിലി. സൈമോൺ, ശ്രീധർ പ്രഭു, ഷീബ ആൻഡ് ശ്രീ, 3 പേര്. ലില്ലി മാതാജി യെല്ലോ ഡ്രസ്സാണല്ലോ. യെല്ലോ എൻ്റെ ഫേവറേറ്റ് കളറാണ്. യെല്ലോ, പിങ്ക്, ലെമൺ ഗ്രീൻ, ബ്ലാക്ക്.
സൗമ്യ അലിയൻസിൽ ആരാണ്? അലിയൻസ് സൗമ്യ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്. ചേർത്തലയിലെ സൗമ്യയാണോ? എൻ്റെ കൂടെ കോമഡി സൂപ്പർ നൈറ്റ് ചെയ്തൊരു സൗമ്യ ഉണ്ടായിരുന്നു. അത് സൗമ്യ ആലപ്പുഴ ആണല്ലേ? രാജേഷ് രാംദാസ് എന്ന് പറയുന്ന ഇപ്പോൾ പറയുന്ന കോമഡി ടി വിയിൽ അലയൻസ് ഷോ ഉണ്ട്. അതിലെ ലില്ലി പേര് സൗമ്യ. നല്ല ചായ ഉണ്ട് മാതാജി. സൗമ്യ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആലപ്പുഴയിലാണ്. അവരെൻ്റെ കൂടെ കോമഡി സൂപ്പർ നൈറ്റ് അല്ല, കോമഡി സൂപ്പർ ഷോ അല്ല, ഒരു ചിരി ബമ്പർ ചിരി അല്ലേ? അല്ല അല്ല, ഒരു ചിരി. രാജേഷ് ചേർത്തല, രാജേഷ് ഏട്ടൻ്റെയും ശിവദാസ് ഏട്ടൻ്റെയും കൂടെയൊക്കെ ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു മനോരമയുടെ ഫ്ലോറിൽ. അത് ഏതായിരുന്നു? ഒരു ചിരി ബമ്പർ ചിരിയ. ഇത് സൗമ്യ ഭാഗ്യൻ പിള്ള. ഞങ്ങൾ ഒരുമിച്ചൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഏതാണ്? ഒരു കാട്ടിലെ രസകരമായ അനുഭവങ്ങൾ. അതൊക്കെ ശിവദാസൻ ചേട്ടൻ്റെ കൂടെ എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഹരേ കൃഷ്ണ. ആരെയൊക്കെ ഓടിക്കും നമ്മളെ. ആലപ്പുഴയുള്ള അയ്യോ ഓടിച്ചു വിടും. എന്താ പറയുക, മറ്റേ ഇതാണോ ഇതിൽ കാണിക്കണേന്ന് വയ്ക്കും. നമ്മുടെ മാതാജി ഇതൊക്കെയാണോ കാണിക്കണേന്ന് വയ്ക്കും. നമ്മുടെ എന്താ പറയുക പേര്, സുമേഷ് ചേട്ടൻ്റെ ആ പ്രോഗ്രാം തന്നെ അല്ലേ? നല്ല ചീത്ത പറയും നമ്മൾ. ഇതൊക്കെയാണോ നിങ്ങൾ ഇതിൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ കാണിക്കണേന്ന് വയ്ക്കും. സുമേഷ് ചേട്ടനുമായിട്ട് ചെയ്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാണുന്നില്ല. നിങ്ങൾക്ക് ഭാഗ്യമില്ല, ഭാഗ്യമില്ലേ? എൻ്റെ കൊള്ളില്ലാത്ത കുറേ സ്കിറ്റുകൾ കാണുന്നില്ല. പിന്നെ കാണിക്കാം. അടുത്ത് കണ്ടു. ഈശ്വര, അതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അങ്ങ് കൊന്നുകളയും. ഇവിടെ എന്താ പറയുക ഉള്ള ആൾക്കാർ അവർ പറയലെന്താണെന്നറിയോ? ഇതൊക്കെയാണോ മറ്റേ ക്ലാസ്സിൽ കാണിക്കണേ? ഇതിനാണോ നിങ്ങൾ ക്ലാസ് എടുക്കാനിരിക്കണേന്ന്? അപ്പോൾ കാണിക്കാതിരിക്കുന്നതായിരിക്കും ഭേദം. ആ സൗമ്യ തന്നെയാണോ ഈ സൗമ്യ എന്നറിയാം. കാണണം. അതേതായിരുന്നു പ്രോഗ്രാം? മഴവിൽ മനോരമയിൽ ഞാൻ ചെയ്ത അല്ല, ഒരു ചിരി ബമ്പർ ചിരി. കാണണ്ട, അത്രയ്ക്കൊന്നും കൊള്ളൂല ഞാൻ ചെയ്ത വർക്കൊന്നും. അത്രയ്ക്ക് നല്ലൊരു ആർട്ടിസ്റ്റൊന്നും അല്ല ഈശ്വര. അതുകൊണ്ട് കാണാതിരിക്കുന്ന ഭേദം. അയ്യോ, ദിവ്യ പറയണേ എൻ്റെ പ്രോഗ്രാമിൽ ദിവ്യക്ക് ഇഷ്ടം കുഞ്ഞിപ്പുഴു ആണെന്ന്. കാണിച്ചു തരാം. ഞാനും സൗമ്യയും കൂടെ ചെയ്ത വർക്ക്. അതും ഒരു ചിരി ബമ്പർ ചിരിൻ്റെ 50th എപ്പിസോഡ് കാണിച്ചു തരാം. കാണിക്കണോ? അല്ല, മഞ്ജലീസിൻ്റെ ക്ലാസ് എടുക്കാൻ വന്നിട്ട് മാതാജി എന്താ കോമഡിയൊക്കെ കാണിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോശമായി പോവില്ലേ? സൗമ്യയുടെ പേര് പറഞ്ഞതുകൊണ്ട് ഞാനും സൗമ്യയും ഒരുമിച്ച് ചെയ്തൊരു വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. വേണമെങ്കിൽ കാണിക്കില്ലെങ്കിൽ വേണ്ട. ഇതും വേണം അതും വേണം. അയ്യോ, നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും നെഗറ്റീവ് കോമൻസ് ഇടും നേരെ കയറിയിട്ട് കോമഡിയാണോ കാണിക്കണേന്ന് ചോദിച്ചിട്ട്. അപ്പം എല്ലാവരും കൂടി കാണും. ഇതിപ്പോൾ നമ്മളൊരു 35 പേരല്ലേ കാണണം. അതെ, കാണിക്കണം. പ്രസന്ന മാതാജിക്ക് പറയും. എന്നാൽ കാണിച്ചു തരാം. വെയിറ്റ്, ഒരു മിനിറ്റ്. ബെസ്റ്റ് പോയി. ഒരു മിനിറ്റ് കേട്ടോ. ഷാജിയേട്ടൻ, അയ്യോ ഷാജിയേട്ടാ, ഈശ്വരാ, ഷാജിയേട്ടനൊക്കെ വർക്ക് എന്നാലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റൂ. കുറേ ദിവസമായിട്ട് ഷാജിയേട്ടൻ എന്നെ വർക്കിന് വിളിക്കുന്നില്ല. കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഷാജിയേട്ടൻ്റെ വർക്കൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. പരിഗണനയിൽ വെക്കണം. ഒരു തുള്ളി
ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ട് അടിമുകൊണ്ട് വന്നിട്ട് ഇവിടെ കിടന്ന് പാട്ടും ഡാൻസും ഒക്കെ ഇട്ട് പാതിരാത്രി കൂടിയേക്കണം അല്ലെ? പിന്നെ മരത്തെ കൊണ്ട് തല വിട്ടുകൊണ്ട് അടിക്കാൻ പറ്റും. ഞാൻ ഫോറസ്റ്റ് ഗാർഡാണ്. ഫോറസ്റ്റ് ഗാർഡാന്ന് എനിക്കറിയാം. ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. വന്നപ്പോ കണ്ടില്ലേ? അത് ശരി. ഞാൻ വന്നപ്പോ ഈ കാടിന്റെ തുടക്കം ഒരു 4 പേര് ഇവിടെ തുടങ്ങുന്നുണ്ടായിരുന്നോ? അതാണ് ഫോറസ്റ്റ്. അവിടെ നിന്നാണ് കാട് തുടങ്ങുന്നത്. ആന ഇറങ്ങുമോ? പിന്നെ മനുഷ്യനെ പോലെയല്ലേ ആന ഉറങ്ങും. ആന ഉറങ്ങാതിരിക്കുന്നില്ലേ? അതല്ല, ആന ഇങ്ങോട്ട് എങ്ങനെ വരുമോന്ന്. പിന്നെ ആഴ്ചയിൽ ആന വരും ഇവിടെ. ഹരേ കൃഷ്ണ. ആ സൗമ്യനല്ലേ പറഞ്ഞത്? എൻ്റെ ഫ്രണ്ടാണ്. ഈ സൗമ്യല്ലേ? വേറെ സൗമ്യുണ്ടോ? വർക്ക് ചെയ്തിട്ട് വരികയെന്നല്ലാതെ നമ്മൾ അറിയുന്നില്ലല്ലോ. എനിവേ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ അയ്യോ ഷായിച്ചേട്ടാ, ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ വരുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് ഒരു പ്രതിഷേധവുമായിട്ട്. എനിക്ക് വർക്കില്ല എന്നും പറഞ്ഞുകൊണ്ട്. തമിഴിലുണ്ട്. ഈ കുട്ടി ഹരിപ്പാട്. മലയാളത്തിൽ ഷാജി ചേട്ടൻ എനിക്ക് വർക്ക് തരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു കൊടിയും പിടിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. ജാഗ്രത, ഞാനിപ്പോൾ കോഴിക്കോടുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്നെ തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഹനുമചരിതമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഹനുമചരിതം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. അത് ആ രൂപത്തിലൊന്നുമില്ല, കഥയൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് എന്താണ്, അധ്യായം 5 ഹനുമത് ക്ഷേത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഹനുമത് ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു, ഹനുമത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്രത്തോളം അടുക്കുന്നോ അതിൻ്റെ ഏറ്റവും നല്ല മൂർത്തിമത് ഭാവമാണ് ഭഗവാന്റെ ഭക്തരോട് അടുക്കുന്നത്, അല്ലേ? കാരണം ഭഗവാന്റെ ഭക്തരുമായിട്ടൊരു സമ്പർക്കം നമ്മൾ വെക്കുന്ന സമയത്ത് ഭഗവാൻ അത്രയും ക്ലോസ് ആയിട്ട് നമ്മളിലേക്ക് വരും. ഭഗവാന്റെ ഇന്ന് ഞാനൊരു ഇത് വായിച്ചു. നമ്മുടെ നാരദ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞാണ്, മഹാദേവൻ പറയാണ്, ഞാൻ ഭഗവാന്റെ ഭയങ്കര ഒരു ഭക്തനാണ്, ഭഗവാന്റെ വലിയൊരു സേവകനായി തീരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഭഗവാനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഭഗവാനോടുള്ള ഒരു അചഞ്ചലമായിരിക്കുന്ന പ്രേമഭക്തി നാരദ മഹർഷിയോട് മഹാദേവൻ പറയാണ്. അപ്പോൾ നിർമ്മൽ പ്രഭു അറിയാം. അപ്പോൾ കൃഷ്ണൻ പറയാണ് നാരദ മുനിയോട്, ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു വലിയ ഭക്തൻ്റെ മനതാരിലാണ് ഞാൻ വസിക്കുന്നത് എന്ന്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭക്തിയുടെ ആ ഒരു ഉയർച്ചയാണ്, അല്ലേ? ഭഗവാൻ എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഭഗവാൻ എവിടെയുണ്ട്? ഭക്ത ഹൃദയത്തിലാണുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഭക്തരെ ബഹുമാനിക്കാൻ പഠിക്കണം. എന്നാൽ അത് കപടഭക്തരെ ആവും ചെയ്യരുത്. യഥാർത്ഥ ഭക്തിയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. യഥാർത്ഥ ഭക്തിയുള്ള ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവർക്ക് ഒരിക്കലും ആരോടും ദേഷ്യം ഉണ്ടാവില്ല, വാശി ഉണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല, പകയുണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിനെയും ഒരു സമചിത്തതയോടുകൂടി കാണുന്ന വ്യക്തികളായിരിക്കും യഥാർത്ഥ ഭക്തരെന്ന് പറയുന്നത്. പരാതികളൊന്നുമില്ലാത്ത വ്യക്തികൾ. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഭയങ്കര ഭക്തിയാണ്, എനിക്ക് ഭഗവാനുമായിട്ട് ഭയങ്കര അടുപ്പാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് ഭഗവാൻ തിരിച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആർക്കും ഒന്നും കിട്ടണമെന്ന് നമുക്ക് ഒരു പ്രാർത്ഥനയില്ല, അല്ലേ? നമ്മളുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് തിരുമല ഹനുമാൻ ക്ഷേത്രമുണ്ട്, മിലിറ്ററിയുടെ കീഴിൽ. നമുക്ക് പോകാം ചേട്ടാ, ഞാൻ വരുമ്പോൾ എന്തായാലും എന്നെ കൊണ്ടുപോകണം. പാളയത്താണോ ഏട്ടാ അത്? തിരുമല ഹനുമാൻ ക്ഷേത്രം തിരുമലയിൽ. ഞാൻ വരുമ്പം എന്നെ കൊണ്ടുപോകണേ. അപ്പോൾ നമുക്ക് ഭക്ത ഹൃദയത്തിലാണ് ആരിയിരിക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭക്തനും അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഭക്തിയുള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരാളെയും ശപിക്കില്ല. മനസ്സിലാവുന്നുണ്ട്? ഒരിക്കലും ശപിക്കില്ല. ചില വ്യക്തികൾ പറയും, ഞാൻ 24 മണിക്കൂർ ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, നിങ്ങൾ നശിച്ചു പോട്ടെ, നിങ്ങൾ ഒന്നും അല്ലാണ്ടായിപ്പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ എന്ന് പറയും. അപ്പോൾ അതൊന്നുമല്ല. തിരുമലയിലുണ്ട്, പാളയത്തുണ്ട്. അപ്പോൾ അതൊന്നുമല്ല കാര്യം. യഥാർത്ഥ ഭക്തി ഹൃദയത്തിലുള്ളൊരു വ്യക്തി എന്നും നിശബ്ദ മനോഭാവത്തിലായിരിക്കും. അവരെല്ലാം സഹിക്കും, എല്ലാം ക്ഷമിക്കും. മനസ്സിലാവുന്നുണ്ട്?
അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരാളെ മനസ്സും വേദനിപ്പിക്കാൻ പാടില്ല. ഇപ്പം എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കില്ല, ഈ പറയുന്ന ഞാൻ അടക്കം പെർഫെക്റ്റ് ആയിരിക്കില്ല. കാരണം എന്താ, അറിഞ്ഞും അറിയാതെയും നമ്മൾ നിരവധി തെറ്റുകൾ ചെയ്യും. പക്ഷെ ആ തെറ്റുകളെല്ലാം നമ്മൾ തിരുത്തി ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഭക്തിയിലേക്കും ഭഗവാനിലേക്കും അടുക്കുന്നത്. അതർവൈസ് നമ്മൾ ഒരിക്കലും ഭഗവാനിലേക്ക് അടുക്കുന്നില്ല. മനസ്സിലാവുന്നത്? കുറേ ജപിച്ചതുകൊണ്ടോ കുറേ വായിച്ചതുകൊണ്ടോ കുറേ ക്ഷേത്രങ്ങളിൽ പോയതുകൊണ്ടോ ഒരാൾ പൂർണ്ണതയിൽ എത്തുന്നില്ല. അവർക്ക് കുറവുകൾ ഉണ്ടാവാം, എല്ലാവർക്കും ഉണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ കുറവുകളെല്ലാം മെല്ലെ 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 മാറ്റി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സേവനത്തിൻ്റെയും നല്ല ഒരു വശത്തേക്ക് നമ്മൾ മാറണം. എല്ലാവർക്കും കുറവുകളുണ്ട്, പല പല എന്താ പറയുക തെറ്റുകുറ്റങ്ങളുണ്ടാവാം. പൂർവ്വകാലങ്ങളിൽ അല്ലെങ്കിൽ പൂർവ്വജന്മല്ല, നമ്മുടെ കഴിഞ്ഞു പോയ നാളുകളിൽ നമ്മളെല്ലാവരും കുറേ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, പലതരത്തിൽ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം പരസ്പരം ക്ഷമിക്കാൻ പഠിക്കണം, സഹിക്കാൻ പഠിക്കണം, പൊറുക്കാൻ പഠിക്കണം. അപ്പോഴാണ് ബന്ധങ്ങൾക്കൊരു ഊഷ്മളത ഉണ്ടാകുന്നത്. അതർവൈസ് ബന്ധങ്ങൾക്കൊരു വിലയുണ്ടാവില്ല. ബന്ധങ്ങൾ എന്നും നല്ല മനോഹരമായിട്ട് നിലനിർത്താൻ സാധിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ കുറേ പൈസ സമ്പാദിച്ചതുകൊണ്ടോ പേര് സമ്പാദിച്ചതുകൊണ്ടോ പ്രശസ്തി ഉണ്ടാക്കിയതുകൊണ്ടൊന്നോ ഒരു കാര്യവും ഇല്ല. ഏറ്റവും നല്ല ബന്ധങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകണില്ലേ ഈ ഭൂമിയിൽ നിന്ന്, അല്ലേ? അടുത്ത നിമിഷം നമ്മൾ മരിച്ചു പോകുമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും നമ്മൾ സന്തോഷവാന്മാരായിട്ടിരിക്കാൻ ശ്രമിക്കുക, സന്തോഷവതികളായിട്ട്. നമ്മൾ മറ്റുള്ളവർക്ക് എന്നും ഒരു സന്തോഷം കൊടുക്കണം. അവർ ചിലപ്പം വിശന്ന് വലഞ്ഞ് നമ്മുടെ മുന്നിൽ ഒരാൾ വരികയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഒരു ഗ്ലാസ് വെള്ളമായാലും നമ്മളത് നല്ല പ്രസന്നതയോടുകൂടി കൊടുക്കാൻ ശ്രമിക്കണം. ഇനി ഒരാൾ നമ്മളെ മുമ്പിൽ വിഷമിച്ചിട്ടാണ് വരുന്നതെങ്കിൽ, ആഞ്ജനേയ ക്ഷേത്രം അല്ലേ, സൂപ്പർ, വിഷമിച്ചിട്ടാണ് വരുന്നത്, നമുക്കുണ്ട് ഹനുമാൻ കോവിൽ നമ്മുടെ SM സ്ട്രീറ്റിൽ. അപ്പോൾ വിഷമിച്ചിട്ട് വരികയാണെങ്കിൽ ഒരു നല്ല വാക്ക് കൊണ്ട് ഒന്ന് ആശ്വസിപ്പിക്കണം, ഒന്ന് അവരെ കേൾക്കാൻ ശ്രമിക്കണം. ചില ആൾക്കാർ മഞ്ജരീസിലേക്ക് ഇങ്ങനെ വിഷമത്തിൻ്റെ ഓടിയിടുമ്പോൾ ഞാൻ പറയും ഇന്ന ദിവസം വിളിച്ചാൽ മതി. പക്ഷേ ചില സമയങ്ങളിൽ ആ ദിവസം ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിപ്പോകുമ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റും. എന്നാലും അവർ പറഞ്ഞ കാര്യം എൻ്റെ ഉള്ളിലുണ്ടാവും, പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, മറ്റുള്ളവർക്കൊരു ആശ്വാസമായിട്ട് ഒരു സമാധാനമായിട്ട് ചേർത്തലയിലുമുണ്ട് സന്തോഷമായിട്ട് നമ്മളെല്ലാവരെയും അംഗീകരിക്കാൻ പഠിക്കണം. എല്ലാ കുറവുള്ളവരെയും ഇല്ലാത്തവരെയും ഉള്ളവരെയും എല്ലാം നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. കാരണം ഈ ലോകത്ത് എനിക്ക് തോന്നുന്നു കേൾക്കാനാണ് ആളില്ലാത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരോട് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഈവൻ ഞാനിപ്പോൾ ഓപ്പൺലി പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ അച്ഛനോടോ എൻ്റെ അമ്മയോടോ എൻ്റെ ഹസ്ബൻഡിനോടോ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ലൈവിലിരിക്കുന്ന ഷായി ചേട്ടൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഷായി ചേട്ടനോട് പറയാൻ പറ്റും, ചേച്ചിയോട് പറയാൻ പറ്റും, സജിയേട്ടനോട് പറയാൻ പറ്റും, രാജേട്ടനോട് പറയാൻ പറ്റും, ബീന ചേച്ചിയുടെ ഹസ്ബൻഡ് മനുവേട്ടനോട് പറയാൻ പറ്റും, നമ്മുടെ മനുവർമ്മ ചേട്ടനോട് പറയാൻ പറ്റും, വിനോദ് കോവൂർ ചേട്ടനോട് പറയാൻ പറ്റും, കുറേ പേരുണ്ട്, സീമ ചേച്ചി, അങ്ങനെ കുറേ നമ്മുടെ വളരെ ക്ലോസ്, സിന്ധു ചേച്ചി, ശിവചേട്ടൻ, ഇവരൊക്കെ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളതാണ്. എനിക്ക് പോയിട്ട് ചിലപ്പം ചേട്ടാ എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട്, ഇനി പോകണം തന്നെ ഇല്ല, ഒന്ന് ഫോൺ എടുത്തിട്ട് സന്തോഷ് അരുവിപ്പുറം, അങ്ങനെ വിനോദ് കടയ്ക്കൽ, അങ്ങനെ കുറേ പേരുണ്ട് കൺട്രോളേഴ്സായിട്ടും ഡയറക്ടേഴ്സായിട്ടൊന്നും. ഞാൻ സിനിമയെ അടച്ചാക്ഷേപിക്കുന്നില്ല. കാരണം ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല, ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തീരുമാനിക്കാം, അല്ലേ? നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ ചെയ്യാൻ പാടും. നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അപ്പോൾ അവിടെ ആ തെറ്റ് സംഭവിക്കില്ല. ഇത് ചെയ്തിട്ട് അതിനെ പോയി വ്യാഖ്യാനിക്കാൻ പോകുന്നതിൻ്റെ ഒരർത്ഥവും ഇല്ല. ചെയ്യാതെ സൂക്ഷിക്കുക. നമുക്ക് നല്ല വഴിയുണ്ട്, അല്ലേ? നല്ല വഴി, ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിയും തെറ്റും ചിന്തിച്ച് നല്ലതെങ്കിൽ നല്ലതെന്ന് ആലോചിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിലൊക്കെ നല്ല നല്ല ഒരുപാട് സൗഹൃദങ്ങളെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അവരുമായിട്ടും ഒരു റെഗുലർ കോണ്ടാക്റ്റ് ഞാൻ എങ്കിലും കോണ്ടാക്റ്റുകളുണ്ട്. അവരുടെ നന്മയും നമ്മുടെ നന്മയും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു വിഷമം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റാത്ത അവരോട് സംസാരിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നല്ല ബന്ധങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കാൻ പഠിക്കണം. ആ നല്ല ബന്ധങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും നല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. തെറ്റായ ബന്ധങ്ങൾ നമുക്കറിയാലോ, നമ്മുടെ ഒരു ഏജ് വെച്ചിട്ടും നമ്മുടെ ഒരു അനുഭവങ്ങൾ വെച്ചിട്ടും നമ്മൾ പോകുന്ന വഴികൾ ശരിയാണോ തെറ്റാണോ നമുക്ക് തീർത്തും മനസ്സിലാക്കാൻ പറ്റും. അത് ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കുക.
അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടും. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും നല്ല ഭക്തരെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ എപ്പോഴും പരിശുദ്ധമായിരിക്കും. ആവശ്യങ്ങൾ ഉണ്ടാവില്ല, അത്യാഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല, വാശി ഉണ്ടാവില്ല, അനാവശ്യമായിരിക്കുന്ന ചിന്താഗതികൾ ഉണ്ടാവില്ല, അവർക്ക് വിദ്വേഷം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഗുഡ് ഈവനിങ്, അവർക്ക് എന്താണ് എപ്പോഴും ഒരു നല്ല ഒരു ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവും. എന്ത് വലിയ വിഷമം നമുക്ക് ഒരാൾ തന്നാലും അവരത് ക്ഷമിക്കും. ആരെയും അവർ ഇതുപോലെ വിരൽ ചൂണ്ടി സംസാരിക്കില്ല. ചൂണ്ടുവിരലിൻ്റെ പോയിന്റിൽ ഒരാളെയും നല്ല ഭക്തർ നിർത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയേ ചെയ്യരുത്. നമ്മൾ സാത്വിക മനോഭാവത്തിലാണോ ഒരു വ്യക്തി പോകുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ വാച്ച് ചെയ്താൽ അറിയാൻ പറ്റും. സാത്വികത ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് നേരായ വഴിയല്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒരു ഗുരുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ രണ്ട് കൂട്ടർ കേൾക്കുന്നത് നിങ്ങളും പറയുന്നത് ഞാനും ഒരേ പാതയിൽ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ രണ്ട് കൂട്ടരും വലുതോ ചെറുതോ ഒന്നുമല്ല രാജേട്ടാ. അപ്പം നമ്മൾ എന്താണ്, ഒരേ പാതയിൽ പോകുന്ന ആൾക്കാരാണ്. ഇവിടെ ശ്രീല പ്രഭുപാജിയുടെ ഗ്രന്ഥങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ വന്നിരുന്ന് പറയാൻ പറ്റുക. അത് നാളെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്കും പറയാൻ പറ്റും. ഇവിടെ വലിപ്പമില്ല ചെറുപ്പമില്ല ഒന്നുമില്ല, നമ്മളെല്ലാവരും തുല്യരാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മൾ നല്ലൊരു ഗുരുവിനെ സമൂഹത്തിൽ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ആ ഒരു ഗുരുവിലെ കാണുന്ന ക്വാളിറ്റീസിനെ നമ്മളൊന്ന് നോട്ട് ചെയ്തെടുക്കണം. ഇന്ന ക്വാളിറ്റീസ് അവർക്കുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് ഇടപെടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അധ്യായം 5 ഹനുമാൻ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ വിദേശങ്ങളിലും ഭാരതത്തിലും ഒരുപാട് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നുണ്ട്. ശ്രീരാമസ്വാമിയും ആഞ്ജനേയനും ഭാരതീയനും മാത്രം പരിചിതമായിരിക്കുന്ന ഇതിഹാസ കഥാപാത്രങ്ങളല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോറി രാജേട്ടാ, ഞാൻ ഉണ്ടായില്ല, ഞാനൊരു അത്യാവശ്യ സ്ഥലത്ത് പോയി. എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ മാതാജീന്ന് വിളിക്കും. എവിടെയായിരിക്കും ഞാൻ പോയിട്ടുണ്ടാവുക? പെട്ടെന്നൊരു ദിവസം മെനയാന്ന് രാത്രി ഞാനിങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പം ഉറങ്ങാൻ കിടന്ന സമയത്ത് എനിക്കിങ്ങനെ രാത്രി ഒരു 11:30-12 മണിയൊക്കെ ആയപ്പം ഞാൻ ദിവ്യയോട് പറഞ്ഞു, ദിവ്യേ. അപ്പം ദിവ്യ എന്നോട് ചോദിച്ചു, എന്താ അമ്മ ഉറങ്ങിയോ? ഇല്ല. ഞാൻ പറഞ്ഞു, അതെന്താ ഉറങ്ങാത്തേ? അപ്പം അവൾ എന്നോട് ചോദിച്ചു, അമ്മ എന്താ ഉറങ്ങാത്തേ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കായിരുന്നു. ഞാനും അങ്ങനെയൊക്കെ തന്നെയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി. അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അപ്പം അവൾ എന്നോട് പറഞ്ഞു, ചോദിക്കേ. അപ്പം എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ അമ്മ? ഞാൻ ചോദിച്ചു, ദിവ്യ നമുക്കൊരു കാര്യം ചെയ്താലോ ദിവ്യ? പറ, എന്താ? അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഗുരുവായൂർ പോവാം. എപ്പോ? ഞാൻ പറഞ്ഞു, ഇപ്പോഴോ? ഇപ്പം സമയം എന്തായെന്ന് ഓർത്തിട്ടാ? രാത്രി 12 മണിയായിരിക്കണു. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞാൻ പറഞ്ഞു, അല്ല, എനിക്കിപ്പോൾ ഗുരുവായൂരപ്പനെ കാണണം തോന്നുന്നു. ഇപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനോ? ഞാൻ പറഞ്ഞ, എനിക്കിപ്പോൾ ഗുരുവായൂരപ്പനെ കാണണം തോന്നുന്നു ദിവ്യേ. ശരിക്കും? ഞാൻ പറഞ്ഞു, എന്നാ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ 12 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡിയായി വണ്ടി എടുത്ത് ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂർ പോയി. കണ്ടോ ഗുരുവായൂരപ്പൻ്റെ കളഭം? ഗുരുവായൂരപ്പനെ ചെന്ന് കണ്ട്. അതാണ് അന്നത്തെ ദിവസം ഉച്ചപൂജ അലങ്കാരം ഒന്നും ഇടാൻ പറ്റാത്തത്. ഇപ്പോൾ ഇവിടെ അല്ലേ ഓഫീസിൽ പോയിരിക്കാം. ഉച്ചപൂജ അലങ്കാരം ഒന്നും ഇടാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ തുളസി കൊണ്ടുള്ള ഒരു വലിയ പാറയുടെ മുകളിൽ ഇങ്ങനെ ഭംഗിയായിട്ട് അങ്ങനെ ഓടക്കുഴലും പിടിച്ചുകൊണ്ട് നമ്മുടെ കിച്ചൂട്ടൻ്റെ ഭാവത്തിൽ അങ്ങനെ നിൽക്കുക. എന്താ ഭംഗി ഭഗവാനെ കാണാൻ! എൻ്റെ കൃഷ്ണ, ഞാനങ്ങ് മനസ്സ് നിറയെ കണ്ടങ്ങ് തൊഴുതു. ശരിക്കും അങ്ങ് ആർമാദിച്ചു ഭഗവാനെ കണ്ടിട്ട്. അന്ന് ഭഗവാനെ അങ്ങ് മനസ്സറിഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ക്ലാസ്സൊക്കെ എടുക്കാത്തത്. അങ്ങനെ ഞാൻ മിസ്സായാലും ആലോചിച്ചാൽ മതി, ക്ലാസ് ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ ഗുരുവായൂർ, അല്ലെങ്കിൽ തിരുപ്പതി, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ടെമ്പിളിലേക്ക് ഞാൻ മുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. വർക്കാണെങ്കിൽ ഞാൻ പിന്നെ ദിവ്യയിൽ ആരെങ്കിലും ഫോൺ എടുത്ത് പറയും, നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോയി ഭഗവാനെ മനസ്സ് നിറഞ്ഞ് കണ്ടു. അവിടെയൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഭഗവാനെ ഇങ്ങനെ കുറേ നേരം കണ്ട് ജപിച്ച് വായിച്ച് പോകും.
ഓക്കെ, അപ്പോൾ അതൊന്നല്ല ഇവിടുത്തെ കാര്യം. നമ്മളിവിടെ പറയുന്നത് ആഞ്ജനേയ സ്വാമിയും നമ്മുടെ ശ്രീരാമസ്വാമി ഭാരതീയന് മാത്രം അറിയുന്ന ഇതിഹാസ കഥാപാത്രങ്ങളല്ല, പിന്നെയോ വിശ്വവിശ്രുതമായിരിക്കുന്ന ആരാധനാ കഥാപാത്രങ്ങളാണ്. ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും, അല്ലേ? ഇന്തോനേഷ്യ, കംബോഡിയ, തായ്ലൻഡ്, ശ്രീലങ്ക, ബർമ്മ, മലേഷ്യ, ബാലിദ്വീപ്, ലാവോസ്, അങ്ങനെ 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 ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത അയ്യോ വിഷ്ണു മാരാരെ മാതാജിയെ ഗുരുവായൂർ വെച്ച് കണ്ടിരുന്നു അല്ലേ? മാതാജിയുടെ കൂടെ ആരാ ഉണ്ടായ ഗുരുവായൂർക്ക്? ഈടാ മാതാജിയെ കണ്ടിരുന്നു, ഇവനും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഭഗവാന്റെ ആ ഒരു ശക്തി ആരാധിക്കപ്പെടുന്നുണ്ട്. ഭക്തിയുടെ മൂർത്തിമത് ഭാവമായും ആത്മസമർപ്പണത്തിൻ്റെ നിത്യ ചൈതന്യമായിട്ടും ഭഗവാനെ നമ്മൾ സ്തുതിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇന്തോനേഷ്യയിലെ പ്രസിദ്ധമായിരിക്കുന്ന ശിവക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ പദത്തിൽ സമ്പൂർണ്ണ രാമായണ കഥകൾ അതിമനോഹരമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്തോനേഷ്യയിലെ ശിവക്ഷേത്രത്തിൻ്റെ പോകുന്ന വഴിയിൽ സമ്പൂർണ്ണ രാമായണം കൊത്തിവെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും വിവിധ ഭാഗങ്ങളിലുള്ള അനവധി നിസ്തുല ചിത്രങ്ങൾ തന്നെ ഇന്തോനേഷ്യയിലെ ആ ക്ഷേത്രത്തിലുണ്ടത്രേ. അശോകവനത്തിലെ ശിംഷഭാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ദുഃഖഭാരത്തോടു കൂടിയിരിക്കുന്ന സീതാദേവിയെ ഹനുമാൻ സ്വാമി സമാധാനിപ്പിക്കുന്ന ഒരു ചുവർ ചിത്രവും കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ തന്നെ ദാരുശില്പങ്ങളുടെ കൂട്ടത്തിൽ വജ്രഗാത്രനായിരിക്കുന്ന ആഞ്ജനേയ സ്വാമിയുടെ അത്ഭുത ശില്പം കാണാൻ പറ്റും. ഇന്തോനേഷ്യയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണും, പോകുന്നുണ്ടെങ്കിലും പോയി കാണും. അതുപോലെ തന്നെ ഒരു വലിയ സർപ്പമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന വീര ഹനുമാൻ സ്വാമിയെയും അവിടെ കാണാൻ പറ്റും. കംബോഡിയയിൽ വ്യാപകമായിട്ട് രാമായണ കഥ അങ്ങനെ പ്രചാരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. രാമകീർത്തി എന്ന നാമത്തിൽ തന്നെ രാമായണ കഥ 100 കാണ്ഡങ്ങളായിട്ട് കംബോഡിയയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ നാമം എവിടെയെല്ലാം വാഴ്ത്തപ്പെടുന്നുവോ അവിടെയെല്ലാം ഹനുമാൻ സ്വാമിയുടെ നാമവും വിളങ്ങുന്നുണ്ട്. ഒരു ദോഷവും ഇല്ല അമ്മേ, ഓടക്കുഴലുള്ള കണ്ണനെ വെക്കൂ. ഭഗവാനെ ഏത് രൂപത്തിൽ എവിടെ വെച്ചാലും ഒരു തെറ്റൂലേ. ഭഗവാൻ അങ്ങ് സർവത്ര നിറഞ്ഞിരിക്കല്ലേ, ഭഗവാൻ ഇല്ലാതെ നമ്മളുണ്ടോ? എന്ത് ദോഷം? നമ്മൾക്കാണ് ദോഷമുള്ളത് ഭഗവാനെ വെക്കാതിരിക്കുമ്പോൾ. ഭഗവാനെ എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഭഗവാനെ നമ്മൾ പ്രേമഭക്തിയോടുകൂടി നമ്മൾ എന്താ പറയുക ആരാധിക്കാം. നമ്മൾ അത്രയും സ്നേഹിച്ച് ഭഗവാനെ ആരാധിക്കാം. ആരില്ലെങ്കിലും നമുക്ക് ഭഗവാനെ ഉണ്ടാവും. തായ്ലൻഡിലെ ജനങ്ങൾക്കും പറയുകയാണെങ്കിൽ രാമായണ കഥ ഏറെ പ്രിയങ്കരമാണ്. ആഞ്ജനേയ സ്വാമിയുടെ വീരസാഹസിക കഥകളെല്ലാം നാടക രൂപത്തിലും നാട്യഭാവങ്ങളിലും ഒക്കെ തായ്ലൻഡിൽ നിത്യേന ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ ജനങ്ങൾ ഭക്തി പുരസരം ഇങ്ങനെ ഹനുമത് കഥകൾ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി കേട്ട് നടക്കുക. അപ്പം എത്രമാത്രം അവരൊക്കെ ഭഗവാനെ സ്നേഹിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ, ആരാധിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടും നമ്മുടെ നാട്ടിലുള്ളവർക്ക് ആഹാ ഓഹോ, ഇതാണ് നമ്മുടെ ആൾക്കാരുടെ അവസ്ഥ. ഇനി ദക്ഷിണ പൂർവേഷ്യയിൽ ശ്രീ ഹനുമാൻ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെ ശ്രീലങ്ക, ബർമ്മ, മലേഷ്യ, ബാലിദ്വീപ്, ലാവോസ് മുതലായ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശ്രീരാമസ്വാമിയുടെ കഥ വളരെ മനോഹരമായിട്ട് പ്രചാരത്തിലുണ്ട്. രാമായണ കഥ പ്രചാരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഹനുമാൻ സ്വാമിയുടെ നാമവും വാഴ്ത്തപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങൾ. അതിൽ പറയുന്നു, ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് ആഞ്ജനേയ സ്വാമിയുടെ പുണ്യക്ഷേത്രങ്ങളുണ്ട്. ശ്രീരാമഭദ്രൻ്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ പ്രശസ്തമായിരിക്കുന്ന ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. സരയൂ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ആ പുണ്യക്ഷേത്രം ഹനുമാൻ ഗുണ്ഡി എന്ന നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. രാജമാർഗത്തിന് സമീപത്തുള്ള ദിവ്യക്ഷേത്രം ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ദക്ഷിണ ഭാഗത്തായിട്ട് സുഗ്രീവൻ കുന്ന്, അങ്കദൻ കുന്ന് എന്ന് പറയുന്ന 2 കുന്നുകൾ തന്നെയുണ്ട് അത്രേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ വിശേഷങ്ങൾ. വാരണാസിയിലും പ്രയാഗിലൊക്കെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. അപ്പം ക്ഷേത്രങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് വലിയ ഇതില്ല. മീൻസ് കാര്യങ്ങളില്ല എന്നല്ല, കാര്യങ്ങളുണ്ട്. ഒത്തിരി ക്ഷേത്രങ്ങൾ, ഋഷിമുഖ പർവ്വതം, കിഷ്കിന്ധ്യ, ഗുത്തേന ദേവി, കൂർമ്മക്ഷേത്രം, ഇതൊക്കെ ഞാൻ നിങ്ങൾക്കൊരു ഓഡിയോ ആയിട്ട് ചെയ്തുതരാം. നമ്മുടെ ഇത് വരുന്നില്ലേ, ക്ഷേത്രമഞ്ജരി വരില്ലേ, അതുപോലെ ഓഡിയോ ആയിട്ട് ഞാൻ ചെയ്തുതരാം. അതായിരിക്കും കുറച്ചുകൂടി മനോഹാരിത. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ
ആത്മസമർപ്പണത്തിൻ്റെയും സേവന മനോഭാവത്തിൻ്റെയും ഒരു മുഖമുദ്രയായിരിക്കുന്ന ആഞ്ജനേയ സ്വാമിയുടെ ചരിതം പൂർണ്ണമായി. ഹരേ കൃഷ്ണ. അങ്ങനെ ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഹനുമചരിതം കഴിഞ്ഞു. ഹനുമചരിതം ഇഷ്ടമായിരുന്നു എല്ലാവർക്കും? ബേഡി ആഞ്ജനേയർ കോവിൽ. നാഗചരിതം തന്നെ എടുക്കുന്നുണ്ട് മാതാജി. അപ്പം നാഗപുരാണം എടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നാഗങ്ങളെക്കുറിച്ച് പറയാത്തത്. നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് നാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ ഓഡിയോ. ചെറുതല്ല, കുറച്ച് വലുതാണ്. അപ്പോൾ നമ്മുടെ ഹനുമചരിതം കഴിഞ്ഞു. ഗുരുവായൂർ മഞ്ജരീസിലൂടെ നിങ്ങൾക്ക് ഹനുമചരിതം എടുത്തു തരാൻ സാധിച്ചു. ഭക്തരായിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും തൃപ്പാദങ്ങളിൽ ഞാൻ കോടി പ്രണാമം നമസ്കരിക്കുന്നു. നിങ്ങളെല്ലാവരും കേൾക്കാൻ വന്നതുകൊണ്ടാണ് എനിക്ക് പറയാനൊരു അനുഗ്രഹം കിട്ടിയത്, ഒരു അവസരം കിട്ടിയത്. അല്ലാതെ എൻ്റെ അറിവോ അല്ലെങ്കിൽ എൻ്റെ കഴിവോ ഒന്നുമല്ല. നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ തന്ന ആ ഒരു ഏറ്റവും നല്ലൊരു സ്നേഹം തന്നെയാണ് ഹനുമചരിതം എനിക്ക് എടുക്കാൻ സാധിച്ചത്. അതിന് ഞാൻ നിങ്ങളോടെല്ലാവരോടും നിങ്ങളുടെ എല്ലാവരുടെയും തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. നിങ്ങളെല്ലാവരും നല്ല ഭക്തരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. ഹരേ കൃഷ്ണ. അപ്പോൾ ഹനുമചരിതം കഴിഞ്ഞു. ഇനി നമുക്ക് ഗീത എടുക്കാം. ഓക്കെ, നമുക്ക് ഭഗവത്ഗീത എടുക്കാം. ഭഗവത്ഗീത അങ്ങനെ പോവും. ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഭഗവത്ഗീതയായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഹനുമചരിതം കഴിഞ്ഞത് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. എല്ലാ പുരാണങ്ങളും വേദങ്ങളും എല്ലാം ഞാൻ മഞ്ജരീസിലൂടെ നമുക്ക് ധൃതി പിടിക്കാതെ സമയം കിട്ടുമ്പോഴെല്ലാം നമുക്കായിട്ട് എടുക്കാം. ഇനി നാഗപുരാണം എടുത്തരാം, ശിവപുരാണം എടുത്തരാം, ദേവി മഹാത്മ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. രാധാറാണിയുടെ ഒരു ചാപ്റ്ററും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ശ്രീമദ് ഭാഗവതം, നാരായണീയം, നമ്മുടെ ഗീത പിന്നെ ഇങ്ങനെ പോയിക്കോളും. ചൈതന്യ ചരിതാമൃതം ഞാനിപ്പം ജയപ്രദാക് സ്വാമി മഹാരാജിൻ്റെ ക്ലാസ്സിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെടുക്കാനുള്ള ഒരു ധൈര്യം എനിക്കായിട്ടില്ല. അതെടുത്തരാം. ഹനുമചരിതം കേട്ടതിൽ വളരെയേറെ സന്തോഷമായി മാതാജി. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം, സ്നേഹം. അപ്പോൾ നമുക്ക് ഗീത എടുക്കാം. ഗീതാ ക്ലാസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അധ്യായം 6 ധ്യാനയോഗം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ നമ്മളിനി 27ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ഉച്ചപൂജ അലങ്കാരം വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഉച്ചപൂജ അലങ്കാരം ഞാൻ ഗ്രൂപ്പിലിടാറുണ്ട്. ഇഷ്ടമാവാറുണ്ട്. മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ 93 42 49 49 41. നിങ്ങൾക്ക് ഗുരുവായൂരിൽ റൂംസ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അതുപോലെ എന്താ പറയുക, നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആവാൻ വേണ്ടി വിളിക്കാം. ഗാനമഞ്ജരി, ആയുർമഞ്ജരി, അതുപോലെ ആയില്യമഞ്ജരി, ക്ഷേത്രമഞ്ജരി, അങ്ങനെ ഒത്തിരി അല്ലേ, അലങ്കാരമഞ്ജരി, ഇതൊക്കെ കേൾക്കാൻ സാധിക്കും. ഇഷ്ടമാവുന്നുണ്ടോ നിങ്ങൾക്ക് അലങ്കാരമഞ്ജരി എല്ലാം ഞാൻ ഇടുന്നത്? വളരെ ഇഷ്ടമാണ്. കുറച്ച് സമയം വൈകിയാലും ഞാൻ ഇട്ടുതരും. കാരണം അതൊരു നല്ല ഒരു സ്റ്റോറി ബേസിൽ ചെയ്യേണ്ടത്. ഓൾറെഡി നമുക്ക് അലങ്കാര വർണ്ണന വേറെ പോകുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഇതിൽ അണ്ടറിൽ. അപ്പോൾ ആ സെയിം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടൊരു കഥാരൂപത്തിൽ അങ്ങനെ ഒരു ഓഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരുപാട് നന്ദി ഞാൻ ദിവ്യ മാതാജിയോടും വിഷ്ണുവിനോടും പറയുന്നു. ഞാനത് ഓഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ടെക്നിക്കൽ വർക്കുകളും അവരാണ് ചെയ്യുന്നത്. അപ്പം അതിന് അവരോട് ഒരുപാട് നന്ദി പറയാണ്. അപ്പോൾ അത് അലങ്കാരം പറയുന്നത് ഇഷ്ടമോ? ഓക്കെ അമ്മ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ധ്യാനയോഗം അധ്യായം 6 27ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. 27ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് പ്രശാന്ത മനസം ഹേന്യം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മമൂത കൽമഷം. ഇതാണ് പറയുന്നത്. എന്താണ് ശാന്തരജസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രജോ ഗുണം നശിച്ചവനായിട്ട്. ശാന്തരജസം എന്ന് പറഞ്ഞാൽ രജോ ഗുണം നശിച്ചവനായിട്ടും. പ്രശാന്ത മനസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത മാനസായിട്ട്, അതായത് പ്രശാന്തമായിരിക്കുന്ന മനസ്സ് നമുക്ക് എപ്പോഴാണ് കിട്ടുക? കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ മനസ്സുറപ്പിച്ചാലാണ് നമുക്ക് പ്രശാന്തമായിരിക്കുന്ന ഒരു മനസ്സ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും പ്രശാന്തമായിരിക്കുന്ന ഒരു മനസ്സ് കിട്ടില്ല. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ വരെ നമ്മൾ യാത്ര ചെയ്താലും നമുക്ക് മനസ്സമാധാനം കിട്ടില്ല.
എപ്പോഴാണോ നമ്മൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനമുള്ള ഒരു മനസ്സ് കിട്ടത്തുള്ളൂ. അകൽമഷം എന്നാണ് അടുത്ത പേര്. അകൽമഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപമുക്തമായിട്ട്, കൽമഷം അകന്ന, അകൽമഷം പാപമുക്തമായിട്ട്, ബ്രഹ്മഭൂതം എന്നാൽ ബ്രഹ്മത്തോട് ഏകീഭവിച്ചുകൊണ്ട് മുക്തി നേടിയ, അതാണ് ബ്രഹ്മഭൂതം എന്ന് പറയുന്നത്. ഓക്കെ വേഗം തീർക്കും മോനെ. ഏനം യോഗിനം എന്ന് പറഞ്ഞാൽ ഈ യോഗിയെ, ഉത്തരം ഉത്തമമായിരിക്കുന്ന, സുഖ ഉപൈതി സുഖം പ്രാപിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി അതീന്ദ്രിയ ആനന്ദത്തിന്റെ പരമകാഷ്ഠയിലെത്തുന്നു എന്നാ ഭഗവാൻ പറയുന്നത്. നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ, ഹരേഷ്ണ പ്രഭുജി ധന്വൻ പ്രണാമ, മലയാളം ക്ലാസ്. അപ്പോൾ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി എന്നാൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മനസ്സുറപ്പിച്ച ഒരു യോഗി അതീന്ദ്രിയ ആനന്ദത്തിന്റെ പരമകാഷ്ഠയിലെത്തുന്നു. നമുക്ക് വേണ്ടത് എന്താണ്? അതീന്ദ്രിയമായിരിക്കുന്ന ഒരു ആനന്ദമാണല്ലേ. ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? വലിയ സന്തോഷങ്ങൾ. എപ്പോഴും മനസ്സിങ്ങനെ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ ലോകത്തുള്ള സർവ്വതും ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ബന്ധങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് ഒരു സാധനങ്ങൾ ഉണ്ടാവില്ല, സ്വത്തുവകകൾ ഉണ്ടാവില്ല, നമ്മൾ നേടിയ പേര്, പ്രശസ്തി, പണം ഒന്നും ഉണ്ടാവില്ല. ഞാൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരം പോലും ഉണ്ടാവില്ല. ഈ സർവ്വതും ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന നമ്മൾ അതീന്ദ്രിയ ആനന്ദത്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. ജാതിമത ഭേദമന്യേ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. മനസ്സിലാവണം. ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, ഈ കുലം, ആ കുലം, പുരുഷൻ, സ്ത്രീ, ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് പണമുള്ളവൻ, പണമില്ലാത്തവൻ, ഭംഗിയുള്ളവൻ, ഭംഗിയില്ലാത്തവൻ, ആരോഗ്യമുള്ളവൻ, ആരോഗ്യമില്ലാത്തവൻ, ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ സ്നേഹിക്കണം. ഒരു മനസ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. കാരണം ആരാണ്, എപ്പോഴാണ്, എവിടെ നിന്നാണ് നമുക്കൊരു സഹായം കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഏതവസ്ഥയിൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു പഴയ ചൊല്ലുണ്ടല്ലോ, പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം, മുല്ലം പൂപ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും കൊതുകിന് ചോര തന്നെ പ്രിയ. ആ പാല് പോലും അല്ല കൊതുകിന് വേണ്ടത്, കൊതുകിൻ്റെ ചോര കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ജാതിയുടെയും മതത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും ചെറുപ്പത്തിൻ്റെയും കാര്യത്തിലൊന്നും ആരെയും നമ്മൾ വേർതിരിച്ച് കാണരുത്. നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ഫോർ എക്സാമ്പിൾ ഒരു അവയവം വേണം, ജാതി മതവും നമ്മൾ ചോദിക്കുമോ? അവയവവും വിടൂ, കുറച്ച് ബ്ലഡ് വേണം, ജാതി മതവും ചോദിക്കുമോ? തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വെച്ച് പുലർത്തുമ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഏറ്റവും നല്ലൊരു ഡോക്ടർ ഏറ്റവും താഴ്ന്ന സമുദായത്തിൽപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ, അയ്യോ നീ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്, ഞാൻ ഉയർന്ന സമുദായക്കാരാണ്, അതുകൊണ്ട് എന്നെ ചികിത്സിക്കേണ്ടെന്ന് നമ്മൾ പറയോ? ഇല്ല. നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്ന ഒരു മാല, ആ മാല നമുക്ക് ആര് കെട്ടിത്തന്നു എന്ന് നമ്മൾ ജാതി മതവും ചിന്തിക്കുമോ? ഇല്ല, ഒരിക്കലും ചിന്തിക്കില്ല, അല്ലേ? നമ്മളിടുന്ന വസ്ത്രം ഇത് ആര് നെയ്തു എന്ന് നമുക്കറിയോ? ഏത് ജാതിയിലുള്ള വ്യക്തി നെയ്തു എന്നറിയോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും ജാതിക്കും മതത്തിനും കുലത്തിനൊന്നും ഒരു വാല്യൂ ഇല്ല. നമ്മൾ ആത്മാവാണ്, ശരീരമല്ല. ശരീരത്തിന് മാത്രമേ ഈ വക വേർതിരിവുകളുള്ളൂ, ആത്മാവിന് ഈ വക വേർതിരിവുകൾ ഒന്നും തന്നെ ഇല്ല. അത് നമ്മൾ ചിന്തിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തിലാണ് ആനന്ദം കണ്ടെത്തേണ്ടത്? സാക്ഷാൽ ഭഗവാനിലാണ് ആനന്ദം കണ്ടെത്തേണ്ടത്. അല്ലാതെ വ്യക്തികളിൽ ആനന്ദം കണ്ടെത്താൻ പോയിട്ട് ഒരു കാര്യമില്ല. ഏത് വ്യക്തിയും നമ്മളെ എപ്പോൾ വേണമെങ്കിലും ചതിച്ചിട്ട് പോകും, എപ്പോൾ വേണമെങ്കിലും ഒറ്റപ്പെടുത്തിയിട്ട് പോകും. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ആവേശമൊന്നും കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പ്രണയിക്കുന്ന സമയത്തും കല്യാണം കഴിക്കുമ്പോഴും ചക്കരേ പാലേ തേനേ മോളെ എന്നൊക്കെ വിളിക്കും. പിന്നെ എല്ലാം കൂടെ അതിൻ്റെ മുമ്പിൽ ചില്ലക്ഷരങ്ങൾ കൂട്ടി വിളിക്കാൻ തുടങ്ങും. അവിടെ ബന്ധങ്ങൾ തകർന്നു പോകും. മനസ്സിലായില്ലേ? അല്ലെ പിന്നെ അതും സ്നേഹത്തോടു കൂടി അംഗീകരിച്ചു പോകുന്ന വ്യക്തികളായിരിക്കണം. അപ്പോൾ ഈ ലോകത്ത് ശാശ്വതമായിരിക്കുന്ന ഒരു സന്തോഷങ്ങളും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷീബേജി, ശാശ്വതമായിരിക്കുന്ന ഒരു സന്തോഷങ്ങളും ഇല്ല. ഒരൊറ്റ സന്തോഷം മാത്രമേ ഉള്ളൂ, ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങൾ. ആ തൃപ്പാദങ്ങൾ ഒരിക്കലും നമ്മളെ കൈവിടില്ല, ഒരിക്കലും കൈവിടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ മനസ്സിൽ, ഭഗവാന്റെ ആ ഒരു നീല കളർ തൃപ്പാദങ്ങളിൽ നമ്മളിങ്ങനെ ആനന്ദത്തോടു കൂടിയിരിക്കുന്ന ആ ഒരു മനോഹരമായിരിക്കുന്ന ആ തൃപ്പാദങ്ങളിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം
നമുക്ക് എന്തെല്ലാം വേദനകളുണ്ടോ ആ വേദനകളെല്ലാം ആ തൃപ്പാദങ്ങളിൽ നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് നമുക്കിങ്ങനെ പറയാൻ സാധിക്കുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് എത്ര മനോഹരമായിരിക്കും അല്ലേ? എത്രമാത്രം മനോഹാരിതയുണ്ടാവും ആ ഒരു തൃപ്പാദത്തിൽ. അദ്ദേഹം നമ്മളടുത്ത് വന്നിട്ട് നമ്മളോടിങ്ങനെ പറയാണ്, ഒരിക്കലും സങ്കടപ്പെടരുത്, ഞാനുണ്ട് കൂടെ. നീ കരയുന്നതും നിന്റെ ആവലാതിയും നിന്റെ ഇല്ലായ്മയും നിന്റെ വേദനകളും എല്ലാം ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഈ ഒരു ഓടക്കുഴൽ നാദത്തിൽ നീ അങ്ങ് ലയിച്ചു ചേരൂ, കണ്ണുകൾ അടയ്ക്കൂ, നീ എനിക്കെന്നെ കാണാം, ഞാൻ നിന്റെ തൊട്ടരികിലുണ്ട് എന്ന് ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് ഇങ്ങനെ ആവർത്തി കൂടി പറയാണ്. ആ ഒരു ഭഗവാന്റെ തൃപാദങ്ങളിൽ ലയിക്കാൻ, ആ ഒരു തൃപാദങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന ആ നിമിഷത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര മനോഹാരിതയുള്ള നിമിഷമായിരിക്കും. ആ ഭഗവാൻ നമ്മുടെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് പോലെ ആ തൃപാദങ്ങളിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ വേദനകൾ, നമ്മൾ എത്ര പേര് വഞ്ചിച്ചു, എത്ര പേര് വേദനിപ്പിച്ചു, എത്ര പേര് അപമാനിച്ചു, എന്തെല്ലാം ഇല്ലായ്കളിൽ നമ്മൾ ജീവിച്ചു, എത്ര അഹങ്കാര വർത്താനങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ തലകുനിച്ചു, എത്ര രോഗത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി. ചേർത്ത് പിടിക്കാമെന്ന് പറയുന്ന കൈകളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചില്ലേ? ഇനിയെങ്കിലും ആ ഓടക്കുഴൽ നാദം നിറഞ്ഞിരിക്കുന്ന ആ കൃഷ്ണന്റെ തൃപ്പാദങ്ങൾ നമുക്ക് മുറുകെ പിടിച്ചൂടെ? ആ പാദങ്ങളിലുള്ളതിനേക്കാൾ സുരക്ഷിതത്വം എവിടെയുണ്ട്? ആ കൃഷ്ണൻ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആ നിമിഷം, ഭഗവാൻ ഇങ്ങനെ ഒരു യമുനയുടെ തീരത്ത് ആ ഒരു കദംബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചാരിയിരുന്ന് ഓടക്കുഴൽ വായിക്കുമ്പോൾ ആ ഓടക്കുഴൽ നമുക്ക് വേണ്ടി മാത്രമാണ്, നമ്മൾ കേൾക്കാൻ വേണ്ടി മാത്രം. നമ്മുടെ എല്ലാ ആകുലതകളും ആ തൃപ്പാദങ്ങളിൽ കരഞ്ഞു തീർത്തൂടെ? ആ തൃപ്പാദങ്ങൾ അങ്ങ് മുറുകെ പിടിച്ചൂടെ? ചിന്തിച്ചു നോക്കിക്കേ. ഒരു ആയുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച ആ മക്കൾ നമ്മളെ ഇട്ട് പോയില്ലേ? വേദനിപ്പിച്ചില്ലേ? വിശ്വസിച്ച ഭർത്താവ് ചതിച്ചില്ലേ? വിശ്വസിച്ച ഭാര്യ ചതിച്ചില്ലേ? ആർക്ക് വേണ്ടി ജീവിച്ചോ ആ സഹോദരങ്ങൾ സ്വത്തിന്റെ പേരിൽ അവഗണിച്ചില്ലേ? ഇനി എന്ത് ബന്ധമാണുള്ളത്? ചങ്കോട് ചങ്കെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ അപമാനിച്ചില്ലേ? സർവ്വതും നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ആരാന്നറിയാത്ത ബന്ധുമിത്രാദികളല്ലേ? പക്ഷെ ഏറ്റവും വലിയ ബന്ധുവായി, ഏറ്റവും നല്ല സുഹൃത്തായി, ഏറ്റവും നല്ല സഹോദരനായി, ഏറ്റവും നല്ല മകനായി കൃഷ്ണൻ നമ്മുടെ കൂടെ ഇല്ലേ? ആ കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം എന്തേ നമ്മൾ കേൾക്കുന്നില്ല? എന്തേ ഭഗവാനെ നമ്മൾ അറിയുന്നില്ല? ആ ശ്രീലകത്തിരിക്കുന്ന ഉണ്ണി എന്താ നമുക്ക് തരാത്തത്? ചോദിക്കേണ്ട താമസം. ഭഗവാൻ എല്ലാം നമുക്ക് തരും. ഭഗവാൻ മാത്രമേ നമുക്കുള്ളൂ. എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കട്ടെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഭഗവാനെ സ്വന്തമായി കിട്ടും. നമ്മളും ഭഗവാനും മാത്രം, ഒരു കെട്ടുപാടുകളും ഇല്ലാത്ത, ഒരു ബന്ധങ്ങളും ഇല്ലാത്ത ഈ ലോകത്ത് നമുക്ക് നമ്മുടെ ഭഗവാൻ മാത്രം. കൃഷ്ണനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോരുത്തരും കൃഷ്ണന്റെ ആ തൃപ്പാദങ്ങളിങ്ങനെ മുറുകെ പിടിച്ച് മരച്ചുവട്ടിൽ നമ്മുടെ കണ്ണുനീരുകളെല്ലാം കരഞ്ഞു തീർക്കുമ്പോൾ ആ കൃഷ്ണൻ നമുക്ക് സ്വന്തം. പറയാനുള്ളതെല്ലാം മനസ്സ് തുറന്ന് ഭഗവാനോട് പറയാനുള്ളൊരു ദിവസം, ഒരു സമയം.
കൃഷ്ണൻ നമ്മളെങ്ങനെ ഓടക്കുഴൽ കൂടി എന്താ പറയുക അങ്ങനെ ഇരുത്തും, ഒരു മായിക ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയി കളയും. അപ്പോൾ നമുക്ക് ഗീത പഠിക്കണ്ടേ? എല്ലാവരും കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് വരും, എല്ലാവരും മഞ്ജരീസിലേക്ക് വരും. കൃഷ്ണൻ്റെ അടുത്തുനിന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടി വന്നോളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകാം. കൃഷ്ണൻ അവിടെ ഇരുന്ന് ഓടക്കുഴൽ വിളിക്കട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കൃഷ്ണൻ്റെ തൃപ്പാദങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഈ ജീവിതത്തിലെ, ഈ ജന്മത്തിലെ ഏറ്റവും നല്ല സന്തോഷമായിരിക്കുന്ന നിമിഷം. ഇതാണ് ആത്മീയ ആനന്ദം എന്ന് പറയുന്നത്. ആ ആത്മീയ ആനന്ദമാണ് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വേണ്ടത്, അല്ലേ? അപ്പോൾ ആ ആത്മീയ ആനന്ദത്തിലേക്കാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അല്ലാതെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് പിന്നാലെ പോയിട്ട് നമ്മൾ സമയം കളയരുത്. ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വലുതാണെന്ന് തോന്നിയാലും അങ്ങ് വിട്ടുകൊടുത്തേക്കണം. വേണ്ട, പോട്ടെ, എന്തിന്, ആവശ്യമില്ലെന്നേ. വെള്ളപ്പൊക്കം ഉണ്ടായി സർവ്വതും നശിച്ചിട്ട് ആരും പോയിട്ട് സൂയിസൈഡ് ചെയ്തിട്ടില്ല. അതെ, എല്ലാവരും ഇപ്പം വൃന്ദാവനത്തിലാണ്, ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ആരും പോയി സൂയിസൈഡ് ചെയ്തിട്ടില്ല, വീണ്ടും അതിനോട് പൊരുതി ജീവിക്കാനാണ് ശ്രമിച്ചത്, അല്ലേ? അപ്പം നമ്മളും എന്ത് ചെയ്യണം? ജീവിതത്തിനോട് പൊരുതണം. നഷ്ടപ്പെടുന്നതെല്ലാം നഷ്ടപ്പെടട്ടെന്നേ. അത് സ്വത്തായാലും പണമായാലും എന്തായാലും ശരി. ഇനി ഒരു ജോലിയാണെങ്കിലും ശരി, പോട്ടെ, വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്തതിനെ കുറിച്ച് ചിന്തിക്കണം. തളർന്നിരിക്കാൻ പാടില്ല നമ്മളാരും. കാരണം എന്താ? നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളാണ്. അത് തന്നെയാണ് നമുക്ക് ആത്മീയ ആനന്ദം നൽകുന്നത്. അപ്പൊ അയാൾ രജോ ഗുണത്തിന് അതീതമാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? താൻ പരമപുരുഷനായി ഗുണത്തിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ പൂർവ്വകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വിമുക്തമാകും നമ്മൾ. നമ്മുടെ പൂർവ്വജന്മങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു വരണം. അല്ലാതെ ഈ ജന്മവും നമ്മളിങ്ങനെ വീണ്ടും 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 വിഷമിച്ചും വേദനിച്ചും ഇങ്ങനെ 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 ഓരോ കാര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകരുത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ പൂർവ്വജന്മ കർമ്മഫല ദുരിതങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരണമെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ ആ കാലുകളങ്ങ് മുറുകെ അങ്ങോട്ട് പിടിച്ചേക്കണം. വിടില്ല കൃഷ്ണ ഞാൻ എന്നും പറഞ്ഞൊരൊറ്റ പിടുത്തം. എത്ര സങ്കടം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, എത്ര നഷ്ടങ്ങൾ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും പോയിക്കോട്ടെ, കണ്ണാ ഞാൻ വിടില്ല. എന്ത് പറഞ്ഞാലും കണ്ണനെ ഞാൻ വിടില്ല. കണ്ണൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുത്തോളൂ, സാക്ഷാലായി ഞാനായിരിക്കുന്ന എൻ്റെ ശരീരം പോലും അങ്ങ് എടുത്തോളൂ, എന്നാലും ഞാൻ അങ്ങേ വിടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബ്രഹ്മഭൂതം എന്ന വാക്ക് ഭൗതിക മാലിന്യങ്ങൾ ഒഴിഞ്ഞിട്ട് ഇന്ദ്രിയാതീതമായിരിക്കുന്ന ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ബ്രഹ്മഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൗതികമായിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു വരണം. ദേഷ്യം, വാശി, വെറുപ്പ്, ആഗ്രഹം, ചിന്ത, അങ്ങനെയുള്ള കുറേ മാലിന്യങ്ങളുണ്ട്. ആസക്തി, ഇതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരണം. അങ്ങനെ നമ്മൾ ഇപ്പം നാട്ടിലാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഭൗതിക മാലിന്യങ്ങളിൽ നിന്നെല്ലാം പുറത്തു വന്നിട്ട് ഇന്ദ്രിയാതീതമായിരിക്കുന്ന ഭഗവത് സേവനത്തിൽ നമ്മൾ ഏർപ്പെടണം എന്നാണ് പറയുന്നത്. ഭഗവത് സേവനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിനെ നമ്മൾ കൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ അടിയുറപ്പിച്ച് നിർത്തണം. ഭഗവാൻ ഇല്ല എന്ന് തോന്നുന്ന വ്യക്തിയെ കണ്ടുപിടിച്ച് തേടി സംസാരിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ കൊണ്ടുപോയി നിർത്തണം. ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ജീവിക്കണം. അങ്ങനെ ഭഗവത് സേവനം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഒരു മത്ഭക്തിയും ലഭത്തേഭരാം, ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കാത്ത ഒരു വ്യക്തിക്ക് ബ്രഹ്മത്തിന്റെ ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യാനാവില്ല. തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് വിളിച്ചാൽ കണ്ണൻ കേൾക്കും. ഉറപ്പായിട്ടും കണ്ണൻ കേൾക്കും. ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവും ഭഗവാന്റെ കയ്യിലുണ്ട്. എന്ത് വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ ഭഗവാന്റെ കയ്യിലുണ്ട്. ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവാണ്, അല്ലെങ്കിൽ നമുക്കൊരു നഷ്ടം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ കിട്ടിയ ജോലി പ്രതീക്ഷിച്ച ജോലി കിട്ടാതിരിക്കണം, ഭഗവാൻ അതിൻ്റെ മുകളിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലുതെന്തോ ഭഗവാൻ നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ചില വ്യക്തികൾ വിവാഹം കഴിച്ച് ആഗ്രഹിച്ച് മോഹിച്ച് കല്യാണം കഴിച്ചു, പക്ഷെ അത് വിചാരിച്ച പോലെ ഒന്നുകിൽ ജീവിതത്തിൽ നിന്ന് അത് പകുതിയിൽ ഒഴിഞ്ഞു പോകും, ഇല്ലെങ്കിൽ അത് തീർത്തും പോകും. പക്ഷെ ഇതിലൊന്നും നമ്മൾ തളരാൻ പാടില്ല. അദ്ദേഹം മറ്റെന്തോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു, അതിനേക്കാൾ വലുത് തരാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ ഇന്നും കൂടെ ദിവ്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാവർക്കും അറിയാം കോഴിക്കോട് അർജുൻ്റെ മരണം, അല്ലേ? കേരള മനസാക്ഷിയെ മുഴുവൻ അങ്ങ് പിടിച്ചു കുലുക്കിയ ഒരു മരണമായിരുന്നു. കേരളം എന്നല്ല, ലോകമെമ്പാടുമുള്ള മലയാളികളായവർക്കും അർജുനെ അറിയുന്നവർക്കും അറിയാത്തവർക്കും ആ ഒരു ന്യൂസ് കണ്ടവരുടെ എല്ലാവരുടെയും ഹൃദയം പടഞ്ഞൊരു അവസ്ഥയാണ്. പക്ഷേ ഭഗവാൻ അവിടെ വളരെ സൈലൻ്റ് ആയിട്ടൊരു കാര്യം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വളരെ സൈലൻ്റ് ആയിട്ട്. വിഷമം
ആണത്. അർജുൻ്റെ ഭാര്യ എന്ന് പറയുന്ന കൃഷ്ണപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സ്ഥാനത്ത് നമ്മളൊന്നാണ് ചിന്തിക്കാൻ പോലുമല്ല. എന്നാലും ഒരു നിമിഷം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഓൾറെഡി അർജുൻ അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിൽ പോയി. പക്ഷേ എന്താ ഉണ്ടായത്? നമ്മൾ പറയും, 75 ദിവസം ആ മനുഷ്യൻ വെള്ളത്തിൽ കിടന്നു, അല്ലെങ്കിൽ അവരെ കാണാതെ ഇരുന്ന ആ ഒരു സമയം, ജീവിച്ചോ മരിച്ചോ. പക്ഷേ ആ ഒരു പെട്ടെന്ന് നമ്മളോട് വന്നിട്ട് ഒരാൾ പറയണം, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഷോക്കാണ് അല്ലേ? അയ്യോ എന്താണെന്നറിയാത്തൊരു ഷോക്ക്. പക്ഷേ അർജുൻ പോയ ആ സമയം ഭഗവാന്റെ പ്ലാനിങ് ആണ് ചിന്തിക്കേണ്ടത്. ആ ശിരൂരിൽ ആ അപകടം ഉണ്ടായ സമയം, അപകടം ഉണ്ടായി എന്ന് വീട്ടുകാരെ മനസ്സിലാക്കിയപ്പം അവർക്കുള്ളിലൊരു പ്രതീക്ഷ എന്താണ്? ആ രക്ഷപ്പെട്ടു വരും, 1-ാം ദിവസമായി, 2-ാം ദിവസമായി രക്ഷപ്പെടും, വരും, കിട്ടും, അങ്ങനെ 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 ഒരു പ്രതീക്ഷ. പതുക്കെ 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 ആ പ്രതീക്ഷകൾ ഇങ്ങനെ അസ്തമിച്ചു. അവർ ആ ഒരു മരണത്തെ അവർ എന്താ പറയുക, മനസ്സാൽ ഉൾക്കൊണ്ടു. അവസാനം ആ ബോഡി എത്തി. അപ്പോഴും അവരത് ഉൾക്കൊണ്ടു. ഭഗവാൻ മെല്ലെ 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 പ്ലാനിങ്ങോടുകൂടി ആ ഒരു എന്താ പറയുക മരണത്തെ, ആ ഒരു യാഥാർത്ഥ്യത്തെ അവരിലേക്ക് എത്തിച്ചു. അപ്പോൾ ആ ഒരു വ്യക്തി തന്നെയായിരുന്നു ആ കുടുംബത്തിൻ്റെ അത്താണി. പക്ഷെ ഭഗവാൻ ലോകത്തിലെ മുഴുവൻ ആളുകളെയും അവിടെ എത്തിച്ചു കൊടുത്തു. അതുപോലെ ആ പെൺകുട്ടിക്കൊരു ജീവിതം, അങ്ങനെ എല്ലാം ഭഗവാൻ ഒരുക്കി കൊടുത്തു. അപ്പോൾ ഭഗവാൻ വളരെ പ്ലാനിങ് ആണ്. ഭഗവാൻ ഒരിക്കലും എന്താ പറയുക കണ്ണടച്ച ഒരാളെ, നമ്മുടെ പൂർവ്വജന്മ ദുരിതങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ ഭഗവാൻ ഒരിക്കലും ആ ദുരിതങ്ങളിൽ പോലും നമ്മളെ എന്താ പറയുക പൂർണ്ണമായി തള്ളിവിടില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മളത് മനസ്സിലാക്കണം. എന്തെങ്കിലുമൊക്കെ ഭഗവാൻ നമുക്ക് ആ ഒരു ശക്തി തരും. എല്ലാ കാര്യത്തിലും നമുക്ക് താങ്ങാൻ പറ്റുന്നതേ ഭഗവാൻ തരും. താങ്ങാൻ പറ്റാത്തതൊരിക്കലും ഭഗവാൻ നമുക്ക് തരില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ എന്താ പറയുക ചരണാരവിന്ദങ്ങളിൽ നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കണം. ഭഗവാന്റെ തൃപ്പാദങ്ങൾ മുറുകെ പിടിച്ചോ, നമുക്കെല്ലാം എന്താ പറയുക സഹിക്കാനുള്ളൊരു ശക്തി അവിടെ നിന്ന് കിട്ടും. എല്ലാം സഹിക്കാനുള്ള ശക്തി ഭഗവാൻ നമുക്ക് തരും. അതായത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ പോയിട്ടില്ല, നമുക്കൊരിക്കലും നമുക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഒരു കരയെത്താത്ത കടലിൽ നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ ചെന്നിട്ടില്ല എങ്കിൽ. സവൈ മന കൃഷ്ണ പധാരവിന്ദയോ സദാ എന്താ പറയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ സദാ ഭഗവാന്റെ സേവനത്തിന് നമ്മളിങ്ങനെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പോയിട്ട് ഭഗവാൻ എനിക്ക് ഇത് താ, അത് താ, അങ്ങനെ താ, ഇങ്ങനെ താ, ഇങ്ങനെയുള്ള ഭൗതിക ആഗ്രഹങ്ങളൊന്നും ചോദിക്കേണ്ട. അദ്ദേഹത്തിന് അറിയാം നമുക്ക് എന്ത് വേണം എന്നുള്ളത്. അദ്ദേഹം നമുക്ക് തരേണ്ട സമയത്ത് കൃത്യമായിട്ട് തരും. അദ്ദേഹത്തോട് പറയും ഒറ്റ കാര്യം, കൃഷ്ണ ഗുരുവായൂരപ്പ അവിടുത്തെ തൃപ്പാദങ്ങളിൽ നിന്ന് അകന്ന് പോകാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കരുത്. ഇത് മാത്രം മതി നമുക്കൊരു പ്രാർത്ഥന. ഭഗവാനെ അവിടുത്തെ തൃപ്പാദങ്ങൾ മുറുകെ പിടിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ കൃഷ്ണ ഗുരുവായൂരപ്പ. അവിടുത്തെ നാമം എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു അനുഗ്രഹം തരണേ ഭഗവാനെ. കാരണം ആ നാമത്തിൽ ഭഗവാനുണ്ട്. ആ നാമത്തിലൂടെ ഭഗവാൻ നമ്മുടെ തൊട്ടടുത്തുണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് മറ്റു കാര്യങ്ങൾ എണ്ണി ചോദിക്കുന്നത്? ഒരിക്കലും ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ തൃപ്പാദങ്ങൾ മുറുകെ പിടിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട് അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുക. ആ നാമം സദാ ജപിക്കുവാനുള്ള ഒരു അനുമതിക്കായിട്ട് നമ്മൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഒരിക്കലും നമ്മൾ ഭഗവാനെ വീട് താ, ഭഗവാനെ കല്യാണം നടത്തി താ, ഭഗവാനെ കുഞ്ഞിനെ താ, ഭഗവാനെ അത് താ, ഭഗവാനെ ഇത് താ എന്ന് ചോദിക്കേണ്ട. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും എപ്പോഴും എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടത്. ഒരു മിനിറ്റ് പറഞ്ഞോ, ക്ലാസ്സിലാ? പറ ഉണ്ടല്ലോ, ക്ലാസ്സിലാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എപ്പോഴും നമ്മൾ ഭഗവാന്റെ ആ ഒരു തൃപ്പാദങ്ങൾ മുറുകെ പിടിക്കാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് യാചിച്ചുകൊണ്ടേയിരിക്കുക. മരിക്കുന്നത് വരെ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുന്നത് വരെ ആ നാമം നമുക്ക് ചൊല്ലാൻ സാധിക്കണം. മറ്റൊന്നും എനിക്ക് വേണ്ട കൃഷ്ണ. ഭഗവാന്റെ നാമത്തിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ ആ നാമം നമ്മൾ ജപിക്കുമ്പോൾ ഭഗവാൻ നമ്മളുടെ കൂടെയുണ്ട്. ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് വേദനിക്കണം, നമ്മൾ എന്തിന് പേടിക്കണം, നമ്മൾ എന്തിന് ആകുലതപ്പെടണം? ആര് വേണമെങ്കിലും നമ്മളെ വിട്ടിട്ട് പോയിക്കോട്ടെ.
എവിടേക്ക് വേണമെങ്കിലും പൊക്കോട്ടെ, എന്ത് വേണമെങ്കിലും നഷ്ടപ്പെട്ടോട്ടെ, ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നിനെ കുറിച്ചും ആലോചിച്ച് വേദനിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ നാമത്തിലാണ് ഭഗവാനുള്ളത്. ആ നാമം പറയാനുള്ള അനുഗ്രഹമാണ് ഭഗവാനോട് നമ്മൾ ചോദിക്കേണ്ടത്. മനസ്സിലായില്ലേ? കൃഷ്ണാവബോധം പുലർത്തുന്നത് വാസ്തവത്തിൽ രജോ ഗുണത്തിൽ നിന്നും എല്ലാ ഭൗതിക കൽമഷങ്ങളിൽ നിന്നുള്ള മോചനമാണ്. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ രജോ തമോ ഗുണത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു അനുഗ്രഹം. ഈ ഭൗതികമായിരിക്കുന്ന ലോകത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാനുള്ള ഒരു അനുഗ്രഹമാണ് കൃഷ്ണാവബോധം കൊണ്ട് ലഭിക്കേണ്ടത്. ആ ബോധമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ വെറുതെയുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിന്നാലെ പോയിട്ട് സമയം വേസ്റ്റ് ചെയ്യരുത്. അവരങ്ങനെ കാണിച്ചു, ഇവരിങ്ങനെ കാണിച്ചുള്ള വേദനയിൽ നമ്മൾ കിടക്കരുത്. ഭഗവാന്റെ ഭക്തരെ സംരക്ഷിക്കേണ്ട കടമ ഭഗവാനുള്ളതാണ്. അപ്പൊ ഭഗവാന്റെ ഭക്തർക്കൊരു സങ്കടം ഉണ്ടായാൽ അത് നിവർത്തിക്കേണ്ടത് ആരാണ്? ഭഗവാനാണ്. ആ ഭഗവാനെ നമ്മൾ മുറുകെ പിടിക്കണം. അപ്പോൾ നമ്മൾ ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രമീള മാതാജിയെ ഒരാൾ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു എന്ന് കരുതും. മാതാജി പോയിട്ട് അയാളോട് ഫൈറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. മാതാജി പോയിട്ട് അയാളെ ചോദ്യം ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ഒന്നും ചെയ്യണ്ട. കാരണം എന്താ? മാതാജി നേരെ ഭഗവാനെയാണ് മുറുകെ പിടിക്കേണ്ടത്. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ എന്നും പറഞ്ഞുകൊണ്ട് ആ നാമത്തെ മുറുകെ പിടിച്ചു നോക്ക്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? എൻ്റെ നാമം സദാ ജപിക്കുന്ന ഒരു ഭക്തയുടെ ദുഃഖങ്ങൾ അകറ്റേണ്ടത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ അതിനുള്ള പരിഹാരം ഭഗവാൻ കണ്ടോളൂ. നമ്മൾ പോയി ചോദിച്ചാൽ കുറഞ്ഞു പോകും. പക്ഷെ ഭഗവാൻ ചോദിക്കുമ്പോൾ കൃത്യമായി ചോദിക്കും. അത് ആരോടായാലും ചോദിക്കും. ഭഗവത് നാമം ഉച്ചരിക്കുന്ന ഒരു നാവിന്, ഒരു ശരീരത്തിന്, ഒരു ആത്മാവിനുണ്ടാവുന്ന ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ആകുലതകൾ, അതെല്ലാത്തിനും ഉത്തരം ഭഗവാൻ കണ്ടെത്തി തരും. നമ്മൾ കണ്ടെത്തണം. എന്നോട് ആരെന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു കൺസേണേ അല്ല. പക്ഷെ ഞാൻ ഭഗവാന്റെ നാമമാണോ ജപിക്കുന്നത്, എന്നോട് ആരെന്ത് ചെയ്താലും അതിനുള്ള ആൻസർ കൊടുക്കേണ്ടത് ഭഗവാനാണ്. അത് ഭഗവാൻ കൊടുത്തുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം എന്ത് ചെയ്യാൻ തീർത്തോളും. നമ്മളായിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് കൃഷ്ണാവബോധം. ഈ ബോധമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഈ ബോധം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് നമുക്ക് സ്ഥാനം കിട്ടും. ബ്രഹ്മത്തിലേക്ക് എത്താൻ പറ്റും. അവിടെ നമുക്ക് രജോ തമോ ഗുണങ്ങളെ ജയിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ പഠിച്ച 27ാമത്തെ ശ്ലോകം. ഓക്കെ, ഇനി 28ാമത്തെ ശ്ലോകം. യുജ്ഞനേവം സദാത്മാനാം യോഗി വിഗത കൽമഷ സുഖേന ബ്രഹ്മ സംസ്പർശമത്യന്തം സുഖമശ്നുതേ. ഇതാണ് 28ാമത്തെ ശ്ലോകം. ഈ 28ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്രകാരം നമ്മൾ പഠിച്ചതുപോലെ നിയന്ത്രിതാത്മാവായിരിക്കുന്ന യോഗി, അതായത് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് യോഗി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള യോഗി സദാ യോഗനിഷ്ഠനായിട്ട് ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടും. അല്ലേ? അപ്പോൾ നമ്മൾ ഭഗവാനെ എപ്പോഴും, അനുചേട്ടാ നമസ്കാരം, ഭഗവാനെ എപ്പോഴും മുറുകെ പിടിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് പുറത്തു വരും. സംശയമില്ല. കാരണം എന്താ? ഭൗതിക മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ദേഷ്യം, വാശി, വെറുപ്പ്, അഹങ്കാരം, പ്രതികാരം ഒക്കെയാണ്. ഭഗവാനെ മുറുകെ പിടിക്കുന്ന ഒരാളെ മനസ്സിൽ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഭഗവാനെ മുറുകെ പിടിക്കുന്ന വ്യക്തി ഭഗവാന്റെ നാമം സദാ ജപിച്ചുകൊണ്ടിരിക്കും. ഭഗവാന്റെ നാമത്തിലാണ് ഭഗവാൻ ഉള്ളത്. ആ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ സംരക്ഷണം ആരുടെ തീരുമാനമാണ്? ഭഗവാന്റെ തീരുമാനം. അപ്പം ആര് വേദനിപ്പിച്ചാലും അതിനുള്ള ഉത്തരം ആര് കൊടുക്കും? ഭഗവാൻ കൊടുക്കും. അപ്പൊ ആ വ്യക്തി എന്തായി? ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും പുറത്തു വന്നിരിക്കും. അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ മുക്തി നേടി ഭഗവാന്റെ അതീന്ദ്രിയ സേവനമാകുന്ന പരമാനന്ദത്തിന്റെ അത്യുന്നതമായ അവസ്ഥയിലെത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉറപ്പായിട്ടും മുക്തി ഉറപ്പാണ്. അങ്ങനെ മുക്തി നേടിയിട്ട് ഭഗവാന്റെ അത്യുന്നതമായിരിക്കുന്ന സന്തോഷത്തിൽ, സേവനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതല്ലേ നമുക്ക് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ വെറുതെ കുറെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഭഗവാന്റെ ആ അത്യുന്നതമായിരിക്കുന്ന ആ സേവനത്തിലേക്ക്, ആ ഒരു സ്ഥാനത്തേക്ക് നമുക്ക് എത്തുക. അതിനുവേണ്ടി സദാ നാരായണന്റെ നാമം ജപിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ഒരു വിശദാംശം, ഭാവാർത്ഥം എന്ന് പറയുന്നത്, പരമപുരുഷനോട് ബന്ധപ്പെട്ട തൻ്റെ മൂലസ്വരൂപം അറിയുക എന്നതാണ് ആത്മസാക്ഷാത്കാരം. എന്താണ് ആത്മസാക്ഷാത്കാരം? പരമപുരുഷനോട് ബന്ധപ്പെട്ട ഭഗവാന്റെ മൂലസ്വരൂപം. ഭഗവാന്റെ മൂലസ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? സാത്വിക മനോഭാവം, ഭക്തി. പാരണസമയം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ വരും. അപ്പം ഭഗവാന്റെ മൂലസ്വരൂപം എന്ന് പറയുന്നത് പരമമായിരിക്കുന്ന ഭക്തിയാണ്. ആ ഭക്തി അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ മുക്തിയിലേക്കാണ് പോകുന്നത്, മോക്ഷത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, പരമപുരുഷന്റെ വിഭിന്നാംശമാണ് ജീവാത്മാവ്. പരമപുരുഷനിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഈ ജീവാത്മാക്കളായിരിക്കുന്ന നമ്മളെല്ലാവരും. അല്ലാണ്ട് നമ്മളാരും ദൈവങ്ങളല്ല.
നമ്മളെല്ലാവരും ഭഗവാനായിരിക്കുന്ന പരമപുരുഷനിൽ നിന്ന് വന്ന വെറും സാധാ ജീവാത്മാക്കളാണ്. ഈ ജീവാത്മാക്കളായിരിക്കുന്ന നമുക്ക് അഹങ്കരിക്കാനുള്ള യാതൊരു അനുമതിയില്ല, ധിക്കാരം പറയാനുള്ള ഒരു അനുമതിയില്ല, ആരെയും ചോദ്യം ചെയ്യാനുള്ള അനുമതിയില്ല, ഒന്നിനുള്ള അനുമതിയും നമുക്കില്ല. എല്ലാത്തിനുള്ള അനുമതി ആർക്കാണുള്ളത്? ഭഗവാനാണുള്ളത്. നമ്മൾ ജീവിക്കുക, കർമ്മം ചെയ്യുക. അതാണ് ഭഗവാനും പറയുന്നത്, അർജുന നീ കർമ്മം ചെയ്യൂ. ഇതന്നെയാണ് നമ്മളും പറയുന്നത്, കർമ്മം ചെയ്യൂ. നമ്മൾ ആർക്കാണോ ഭക്ഷണം കൊടുക്കുന്നത് കൊടുക്കുക, നമ്മൾ കഴിക്കണോ കഴിക്കുക, നമ്മൾ ഉറങ്ങണോ ഉറങ്ങാം. ഒരാളെയും വേദനിപ്പിക്കാനും വേണ്ട, ഒരാളെയും ചോദ്യം ചെയ്യാനും വേണ്ട. നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തു പോവാം. മറ്റുള്ളവരല്ല നമുക്കൊരു വില തരേണ്ടത്, ഈശ്വരനാണ് നമുക്കൊരു വിലയിടേണ്ടത്. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റായിരിക്കാം, പക്ഷേ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്യണം. അതിൻ്റെ റിസൾട്ട് മറ്റുള്ളവരല്ല തരേണ്ടത്, സാക്ഷാൽ ഭഗവാനാണ് തരേണ്ടത്. ലോകം മുഴുവനുള്ള വ്യക്തികൾക്ക് നമ്മളെ ചിലപ്പോൾ പൊക്കിയെടുത്ത് തലയിൽ വെക്കാൻ പറ്റും. നമ്മളെ എല്ലാ തരത്തിലും ലോകത്തിൻ്റെ അങ്ങേയറ്റത്തെ കോണിൽ കൊണ്ടുപോയി ഒരു അസുഖം വന്നാൽ ചികിത്സിപ്പിക്കാൻ പറ്റും. ആ വ്യക്തി ഭൂമിയിൽ ജീവിക്കണോ വേണ്ടേ, രോഗത്തിൽ നിന്ന് പുറത്തു വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഈശ്വരനാണ്. മനസ്സിലായേ? ഉണ്ടെങ്കിൽ നമ്മൾ മരിച്ചുപോയി. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തിന് നമ്മളെ പുനർജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ടോ? ഇല്ല. പക്ഷെ ഈശ്വരൻ എന്താ ചെയ്യുന്നത്? നമ്മളെ നിലനിർത്തണം, നമ്മളെ ഇല്ലാതാക്കണം, നമ്മളെ സന്തോഷിപ്പിക്കണം, അത് ഈശ്വരൻ്റെ തീരുമാനമാണ്. അപ്പം അങ്ങനെയുള്ള കൃഷ്ണൻ്റെ തൃപ്പാദങ്ങൾ, അതുകൊണ്ടാണ് ഭഗവാൻ പൂർണ്ണനായിരിക്കുന്നത്. നമ്മളാരും പൂർണ്ണതയിലല്ല ഉള്ളത്, ഭഗവാൻ അതുകൊണ്ടാണ് പൂർണ്ണതയിലിരിക്കുന്നത്. ആ പൂർണ്ണമായിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുറുകെ പിടിക്കേണ്ടത്. വ്യക്തിബന്ധങ്ങൾക്കെല്ലാം നമ്മളെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്, പക്ഷേ സാക്ഷാൽ ഈശ്വരന് എന്തും നമുക്ക് തരാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം തരേണ്ട സമയത്തേ കൃത്യമായിട്ട് തരും. എല്ലാം വാരിക്കോരി അദ്ദേഹം അങ്ങോട്ടേക്ക് തരില്ല. തരേണ്ട സമയത്ത് തരേണ്ട കാര്യങ്ങൾ തരേണ്ട പോലെ ഭഗവാൻ തരും. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥാനം എന്ന് പറയുന്നത് ഭഗവാന്റെ അതീന്ദ്രിയമായ ഭക്തിയുത സേവനത്തിലാണ്. ഏതിൻ്റെ? ആത്മാവിൻ്റെ. ജീവാത്മാവായിരിക്കുന്ന നമ്മുടെ യഥാർത്ഥ സ്ഥാനം. എത്ര നാൾ നമ്മൾ ഈ വീട്ടിൽ താമസിക്കും? നമ്മുടെ സ്വന്തം വീട് നമ്മൾ പൊക്കി നമ്മൾ ഉണ്ടാക്കി ഈ വീട്ടിൽ എത്ര കാലം താമസിക്കും? ഒരു 60 വർഷം, 70, അല്ലെങ്കിൽ ഒരു 80, പോട്ടെ ഒരു 100 വർഷം, ഒരു 120 വർഷം, അങ്ങേ തലയ്ക്ക് പോയ ഒരു 120 വർഷം താമസിക്കും. ബാക്കി എത്ര വർഷം നമ്മൾ താമസിക്കും? നമ്മൾ താമസിക്കില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് എല്ലാത്തിനും. ജീവിതത്തിൽ എല്ലാത്തിനും നമുക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളുള്ള നമ്മളാകുന്ന ആത്മാവിൻ്റെ യഥാർത്ഥ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഭക്തിയുത സേവനത്തിലാണ്, ഭഗവാന്റെ സേവനത്തിലാണ് നമ്മുടെ സ്ഥാനം. നമ്മളിപ്പോൾ പറയും മറന്നാലും എന്താ പറയുക, മരിച്ചാലും നമ്മൾ മറക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എത്ര കാലം ഓർത്തിരിക്കും? എത്ര കാലം നമ്മൾ ഓർത്തിരിക്കും? മാക്സിമം നമ്മുടെ ഈ കാലഘട്ടത്തിൽ മരിച്ച ആൾക്കാരെ നമ്മളെല്ലാം ഓർത്തിരിക്കും. ചിലപ്പോൾ നമ്മുടെ മക്കളും കുറച്ച് നാൾ ഓർത്തിരിക്കും. അത് കഴിഞ്ഞാൽ ഓർത്തിരിക്കുമോ? ഇല്ല. പക്ഷെ ഭഗവാന്റെ ആ ഒരു ഭഗവാനിൽ നിന്ന് വരുന്ന ഓരോ ജീവാത്മാക്കളെയും ഭഗവാൻ ഓർത്തിരിക്കുന്നുണ്ട്. 33 കോടി ദേവഗണങ്ങളെയും 84 ദശലക്ഷം ജീവി വർഗങ്ങളെയും കിം പുരുഷന്മാരെയും എല്ലാം അദ്ദേഹം ഓർത്തിരിക്കുന്നുണ്ട്. മനസ്സിലായി? അതാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ആ ഭഗവാൻ മാത്രമേ നമുക്കുള്ളൂ. എത്ര കാലം പരസ്പരം പോരടിച്ച് കുറ്റപ്പെടുത്തി ജീവിക്കും? കുറ്റങ്ങൾ പറഞ്ഞ് അവസാനം എല്ലാവർക്കും മടുക്കും, അല്ലേ? 2 പേര് തമ്മിൽ വഴക്കിടുക എന്ന് ചിന്തിക്കുക. 2 പേര് വഴക്കിടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് കരുതാം. അപ്പോൾ ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എത്ര കാലം പറയൂ ഇത്? ആദ്യത്തെ ദിവസം ഒരാൾ കേൾക്കാൻ വരും, 2ാമത്തെ ദിവസം ഒരാൾ കേൾക്കാൻ വരും, 3ാമത്തെ ദിവസം ഒരാൾ കേൾക്കാൻ വരും, 4ാമത്തെ ദിവസം എന്താ പറയുക, ആദ്യത്തെ ആൾ പറയോ മതിയായി എനിക്ക് കേട്ട് പോയിട്ട് നടന്നു എന്ന് പറയും. ഇതേ സംഭവിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉള്ള സമയം സന്തോഷത്തോടെ ജീവിക്കുക, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ജീവിക്കുക. പരസ്പരം കുറ്റപ്പെടുത്തലുകളും പോരടിക്കലും ഈ പഴയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള ചർച്ചകളും എല്ലാം അവസാനിപ്പിക്കുക. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇന്നലകളിൽ പോയി. അതൊന്നും ഇനി തിരിച്ച് പഴയതുപോലെ ആവില്ല. ആ ബോധം നമ്മൾക്കുള്ളിൽ കൊണ്ടുവരിക. എന്നോട് അങ്ങനെ ചെയ്തില്ലേ, എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നോടത് കാണിച്ചില്ലേ, ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിച്ചിട്ട് എത്ര കാലം?
ജീവിക്കാനുള്ള നല്ല സമയങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ചിരിക്കാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. ചിന്തിക്കാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. മനസമാധാനമായിട്ട് ഉറങ്ങേണ്ട സമയമാണ് നഷ്ടപ്പെടുന്നത്. രുചി അറിഞ്ഞ് കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ രുചിയാണ് നഷ്ടപ്പെടുന്നത്. എന്തിനാ ഇതൊക്കെ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെങ്കിൽ കൂടാൻ ശ്രമിക്കുക, ക്ഷമിക്കാൻ ശ്രമിക്കുക, മറക്കാൻ ശ്രമിക്കുക, പൊറുക്കാൻ ശ്രമിക്കുക. അവിടെയാണ് ഈശ്വരനുള്ളത്. അല്ലാതെ വീട്ടിലൊരു വിഗ്രഹം വാങ്ങിക്കൊണ്ടുവച്ചിട്ട് 24 മണിക്കൂറും വഴക്കാണെങ്കിൽ അവിടെ ഈശ്വരൻ ഇല്ല, അവിടെ ഭഗവാൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. എപ്പോഴും ഭഗവാനെ വിളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ആ വീട്ടിൽ വേണ്ടത് ക്ഷമയാണ്, സമാധാനമാണ്, പരസ്പരം ക്ഷമിക്കാനുള്ളൊരു മനസ്സാണ് വേണ്ടത്. എല്ലാ തെറ്റുകുറ്റങ്ങളും പോട്ടെ, ജീവിതത്തിൽ നിന്ന് എല്ലാം കഴിഞ്ഞു. അതെല്ലാം പുറത്തും ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ സാക്ഷാൽ ഗുരുവായൂരപ്പനുണ്ട്. മനസ്സിലായില്ലേ? വഴക്കും ബഹളവും തെറിവിളിയും നടക്കുന്ന വീട്ടിൽ മൂദേവിയാണുള്ളത്. നമുക്ക് മൂദേവി വേണ്ട, നമുക്ക് ശ്രീദേവി മതി. ആ ശ്രീദേവി വരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം, പൊറുക്കാൻ പഠിക്കണം, സഹിക്കാൻ പഠിക്കണം, സ്നേഹം കൊണ്ടുവരണം. വീട്ടിൽ കഷ്ടപ്പാടുകൾക്കും പട്ടിണികൾക്കിടയിലും സന്തോഷം കൊണ്ടുവരണം, നിറഞ്ഞ ചിരി വേണം. 4 പേരുള്ള വീട്ടിൽ ഒരാളെങ്കിലും അങ്ങനെ ആവാൻ ശ്രമിക്കും. അപ്പം മനസ്സമാധാനം കിട്ടും ജീവിതത്തിൽ. 2 പേര് തമ്മിൽ വഴക്കിടുമ്പോൾ ഒരാളെങ്കിലും മിണ്ടാതിരിക്കൂ. അപ്പം എന്തായി? സമാധാനമായി ജീവിതത്തിൽ. ഞാനോ വലുത് നീയോ വലുതെന്ന് പറഞ്ഞ് പോരടിക്കുന്നിടത്ത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇല്ല എന്നുള്ള കാര്യം എഴുതി വെച്ചോളൂ. എന്നിട്ട് പിന്നെ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പാ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, ഞാനങ്ങനെ പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ, ഇതൊന്നും പോർവിളി കൂട്ടിയിട്ട് കാര്യമില്ല. ക്ഷമിക്കുക, സഹിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്കൊന്ന് പുറത്തു വരണമെങ്കിൽ സ്വയം ആദ്യം മനസ്സമാധാനത്തിൽ ഹറിബറി കൂട്ടാതിരിക്കുക. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇന്നലകൾ എന്ന് പറയുന്ന ദിവസങ്ങൾ നമുക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനി ജീവിക്കാനുള്ള വളരെ കുറച്ച് സമയം, അത് 1 വർഷം ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. പോട്ടെ, 1 മാസം ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. വലിയ കാര്യത്തിൽ ഞാൻ എന്താ പറയുക, തിരുപ്പതിയിൽ ജാനുവരിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനന്ന് ജീവനോടുണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ പ്ലാനിങ്സ് ആണ്. പക്ഷെ നമ്മളുണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. ചിന്തിച്ചു നോക്കൂ. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിക്കണം. വെറും ഒരു ലോറി ഡ്രൈവറായ അർജുനെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിച്ചു? എൻ്റെ വീട്ടിൻ്റെ അമറിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരത്തിരിക്കുന്ന അർജുനെ ഞങ്ങളാരും ഇത്രയും കാലങ്ങളായിട്ട് കണ്ടിട്ടില്ല, അല്ലേ അമറേ? പക്ഷെ ഇന്ന് ഞങ്ങളുടെ എല്ലാം ഉള്ളിലെ തീരാത്ത വേദനയായി മാറി അർജുൻ. എങ്ങനെ? പോയിട്ട് വരാം അച്ഛാ എന്ന് പറഞ്ഞ് പോയ വ്യക്തിയാണ് തിരിച്ചു വരുന്നത് 75 ദിവസങ്ങൾക്ക് ശേഷം മുഖം പോലും കാണാൻ പറ്റാത്ത ഒരു വെള്ള ഭാണ്ഡക്കെട്ടായിട്ടാണ് തിരിച്ചു വരുന്നത്. ആലോചിച്ച് നോക്കി. ഇത്രയുള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ഈ മനുഷ്യന്റെ അവസ്ഥയിലാണോ പലതും പറഞ്ഞ് കലഹിച്ചു കൊണ്ടിരിക്കുന്നത്? അർജുൻ കിടന്ന ആ ഭാണ്ഡക്കെട്ടിന്റെ സ്ഥാനത്ത് കിടക്കാനുള്ളവരാണ് നമ്മളൊക്കെ നാളെ. അപ്പൊ അതിന്റെ അടുത്ത് ഇരുന്ന് അലമുറ ഇട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള സമയം പരസ്പരം ചിരിക്കുക. ഒരു വീട്ടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് 2 റൂമിൽ കിടക്കാൻ പാടില്ല. ഒരു വീട്ടിൽ പല പാത്രത്തിൽ ഭക്ഷണം വെച്ച് കഴിക്കാൻ പാടില്ല. ഒരുമിച്ചിരുന്ന് കഴിക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ, ഉള്ള സമയം സമാധാനം നിലനിർത്തൂ, ക്ഷമിക്കൂ. ലോകത്തോട് ചിരിച്ചിട്ട് കാര്യമില്ല, വീട്ടിൽ ചിരിക്കാൻ പഠിക്കൂ. അതല്ലേ വേണ്ടത്? അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. ഇന്ന് രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കുന്ന വ്യക്തി നാളെ രാവിലെ ഉണ്ടോയെന്ന് ആർക്കറിയാം? ആ ലോകത്താണോ ഈ പോർവിളി കൂട്ടുന്നത്? അവിടെയാണോ സാത്വികതയുള്ളത്? ഞാൻ വെജിറ്റേറിയനാണ്, 16 മാല ജപിക്കും, ചായ കാപ്പിയില്ല, ഉള്ളി വെളുത്തുള്ളി സവാള ഇല്ല, ഇത്രയെല്ലാം ചെയ്യും. ഞാൻ 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കും. ഞാൻ ഒരു ദിവസം പോലും ഒരു മാസം പോലും ഏകാദശി മുടക്കില്ല. ഇതെല്ലാം പറഞ്ഞിട്ടും പരസ്പരം പോരടിക്കുന്ന ഒരു വീട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ എന്തർത്ഥമുണ്ട് ആ ജീവിതത്തിന്? നമ്മളെപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം നമ്മുടെ ഭർത്താവിനോട് പറഞ്ഞു, 10 പ്രാവശ്യം പറഞ്ഞിട്ട് ചിലപ്പോൾ അവരത് ഓർത്ത് നമുക്ക് ചെയ്തു തരില്ല. ഉടനെ പോരടിക്കരുത്. പക്ഷെ അവരവരുടെ അമ്മയ്ക്കോ അച്ഛനോ അവരുടെ പെങ്ങന്മാർക്കോ വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ അവിടെ പോയിട്ട് എൻ്റെ കാര്യം പറഞ്ഞാൽ ചെയ്തില്ല, നിങ്ങൾക്ക് അവരെ കാര്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വേർതിരിവേ നമുക്ക് വേണ്ട. കാരണം എന്താ? അതിൻ്റെ ആൻസർ ആലോചിച്ച് നോക്കൂ. അത് നമ്മളോടുള്ള ഇഷ്ടക്കുറവല്ല, അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കാര്യം ചെയ്യാൻ മറന്നാലും മറ്റുള്ളവരെ കാര്യം നമ്മൾ എന്താ പറയുക ചെയ്തു കൊടുക്കും, അല്ലേ?
ഇപ്പം വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ് കുറച്ച് വെള്ളം തരുമെന്ന് വെച്ചാൽ നമ്മൾ അതൊരു VIP കൂടി ഇതോ ഇപ്പോൾ കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതിൽ നമ്മൾ അടുക്കളയിൽ പോയിട്ട് ഗ്ലാസ്സൊക്കെ കഴുകി വേഗം വൃത്തിക്ക് കൈയൊക്കെ തുടച്ച് നമ്മൾ നല്ല ഭയഭക്തി ബഹുമാനത്തോടെ കൊടുക്കും. അതേസമയം ഒരു കുട്ടി അമ്മയോട് പറയണം കുറച്ച് വെള്ളം എടുത്ത് വേണമെങ്കിൽ പോയി എടുത്തോ, എന്നെ കൊണ്ടാവില്ല, എപ്പോൾ നോക്കിയാലും വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ അവിടെ ഫ്രിഡ്ജിൽ കൊണ്ട് പോയി എടുത്തേ എന്ന് പറയും. കാരണം എന്താണ്? അത് നമ്മുടേതാണ് അല്ലേ? അത് നമ്മുടേതാണ്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം എടുക്കുന്നത്. അവിടെയാണ് മറവി സംഭവിക്കുന്നത്. അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. അവിടെയാണ് മറവി സംഭവിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പം നമ്മൾ അവിടെ ഒന്നും എന്താ പറയുക, ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കാണിക്കരുത്. നമ്മൾ അവിടെ എല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക, എല്ലാം വിട്ടുകൊടുക്കാൻ പഠിക്കുക. വിട്ടുകൊടുക്കാൻ പഠിച്ചാൽ ഒറ്റ കാര്യം ഞാൻ ഉറപ്പ് തരാം, സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും. 100% ഉറങ്ങാൻ സാധിക്കും. അതാണ് വേണ്ടത്, അത് മാത്രമാണ് വേണ്ടത്. അതേസമയം നമ്മൾ പറയാണ് നീ എന്നോട് ചോദിച്ചില്ല, എൻ്റെ കാര്യം വഴിയിലിട്ടു, പക്ഷെ അവൻ്റെ കാര്യം ചെയ്തു, നിങ്ങളുടെ അച്ഛൻ്റെ കാര്യം ചെയ്തു, നിങ്ങളുടെ അമ്മയുടെ കാര്യം ചെയ്തു. ഈ ചോദ്യങ്ങൾ, ഈ ഉത്തരങ്ങളൊന്നും നമുക്ക് വേണ്ടെന്നേ. നമുക്കിതൊന്നും വേണ്ട. നമുക്ക് മനസ്സമാധാനം മതി ജീവിതത്തിൽ. നമ്മളോട് ആരും ചോദിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന ഭാവത്തിൽ അങ്ങ് ജീവിക്കുക. ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് വന്ന് ഞാൻ കഴിച്ചില്ലേ എന്ന് ചോദിച്ചില്ലെങ്കിലും ദിവ്യയോട് ചോദിക്കും, ദിവ്യ കഴിച്ചില്ലേ? കഴിച്ചു. അപ്പം അതൊരു മര്യാദയാണ്, മനസ്സിലായില്ലേ? അത് നമ്മൾ ആ രീതിയിൽ കാണാൻ പഠിക്കണം. ഇപ്പം എനിക്കൊരു ഡ്രസ്സ് എടുത്ത് തന്നില്ലെങ്കിലും അവരുടെ അപ്പയ്ക്കും അമ്മയ്ക്കും അനിയത്തിക്കും ചേച്ചിക്കും ഏട്ടനൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് എത്തും. ഓണവും വിഷുവും വന്നാലും അതിൽ എനിക്ക് തന്നില്ലല്ലോ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോയില്ല. കാരണം എനിക്കൊരു തുണിക്കട തന്നെയുണ്ട്. നമ്മൾ ആ രീതിയിൽ എല്ലാത്തിനെയും ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കാണുകയാണെങ്കിൽ ഇതിനോളം സന്തോഷമുള്ളൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വേറെ ഉണ്ടാവില്ല. ഇത്രയും സമാധാനമുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ മനസ്സമാധാനം നമ്മളല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത്? മറ്റൊരാളെ കയ്യിലാണോ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് കൊടുക്കേണ്ടത്? നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ചിരിക്കാനുള്ള ആ ഒരു പെർമിഷൻ്റെ താക്കോല് നമ്മൾ എന്തിനാ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? നമ്മളോട് അവർ ചോദിച്ചില്ല, പറഞ്ഞില്ല, ചോദിക്കേണ്ടെന്നേ. നമ്മളെ ചോദിക്കാത്തവരോട് നമ്മളെന്തിന് ഇതാക്കണം, വഴക്കൂടാൻ പോകണം? നെവർ മൈൻഡ്. നമ്മളെപ്പോഴും സന്തോഷവാന്മാരായിരിക്കുക, സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ദുഃഖങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് ചവറ്റുകൂട്ടയിൽ അവിടെ ഇട്ടേക്കാം. ആര് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമുക്കുണ്ട്. ആ ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതിനോളം സന്തോഷം വേറെ ഒന്നുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ പരമപുരുഷനോടുള്ള ആ ഒരു ഈ ഒരു നമ്മുടെ ഒന്നും ഭൗതികമായിരിക്കുന്ന ഒന്നിലും നമ്മൾ അട്രാക്റ്റീവ് ആവാതെ പരമപുരുഷനുമായിട്ടുള്ള ആ ഒരു അടിയുറച്ച ബന്ധം നമ്മൾ ഉണ്ടാക്കിയാൽ ആ ബന്ധത്തെയാണ് ബ്രഹ്മസ്പർശം എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായി? ഈ ഭൂമിയിൽ നമുക്ക് എന്ത് തരുന്നു, എങ്ങനെ തരുന്നു, ഏത് രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു, ഇതൊന്നും നമ്മുടെ കൺസേൺ അല്ല. നമ്മുടെ മനസ്സിലേ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇന്ന് നമ്മളെപ്പറ്റി പൊക്കി പറയുന്ന ആൾക്കാർ നമ്മളെ നാളെ താഴ്ത്തി സംസാരിക്കും, വളരെ മോശമായിട്ട് സംസാരിച്ചെന്നിരിക്കും. അപ്പം അതിനെല്ലാം നമ്മളിങ്ങനെ ആൻസർ കൊടുക്കാൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പോയിക്കൊണ്ടേയിരിക്കുമോ? ഒരിക്കലും ഇല്ല. അതിനുള്ള സമയം നമുക്കില്ല. നമ്മുടെ ലൈവ് കണ്ടിട്ട് ചിലപ്പം കുറേ ഒരു 99.9% നല്ല കമൻസ് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പോയിട്ട് മോശം കമൻസ്. കഴിഞ്ഞ ദിവസം ഒരാളൊരു കമൻറ്റ് ഇട്ടു, ഈ പേജ് കണ്ടിട്ട് അങ്ങനെ ഭക്തിയൊന്നും തോന്നുന്നില്ല, എനിക്ക് തോന്നിയത് ഒന്നേ ഉള്ളൂ, മനസ്സിരുത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പം ഞാനൊരു കമൻറ്റ് തിരിച്ചിട്ട് കൊടുത്തു, ഈ പേജിൻ്റെ ലക്ഷ്യവും അത് തന്നെ. ഭക്തിയല്ല, മനസ്സിരുത്തി ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ളൊരു തോന്നൽ ഒരാളിൽ ഉണ്ടാക്കുക. അത് തന്നെയാണ് ഈ പേജിൻ്റെ ലക്ഷ്യവും. താങ്കൾക്കത് തോന്നിയില്ലേ? സിമ്പിൾ. എല്ലാത്തിനെയും നമ്മൾ ആ രീതിയിൽ കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ സന്തോഷം സന്തോഷമാണ്. അല്ലാണ്ട് അതിൻ്റെ അടിയിൽ കയറിയിട്ട് താങ്കൾക്ക് ഭക്തി തോന്നിയില്ലേ, താങ്കൾ വേറെ എവിടെയെങ്കിലും പോടോ, താൻ ആരാടോ ഈ പേജിൽ വരാൻ എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു എന്താ പറയുക, കുരുക്ഷേത്ര യുദ്ധമായി നടക്കും. അവിടെ ഇവനെ ഞാൻ ശരിയാക്കുന്നത്, പിന്നെ അത് തപ്പിപ്പോയി, എന്തിനാ ഈ സമയം കളയുന്നത്? അതിനെ അവിടെ വിട്ടേക്കാം. പിന്നെ ചില കേസുകളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു രസകരമായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ മറുപടിയൊക്കെ കൊടുത്ത് പോകാറുണ്ട്. ചിലവരിങ്ങനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടാം. അത് ഞങ്ങളുടെ ടൈം പാസ്സാണ്. അതൊന്നും ആരും തെറ്റായിട്ട് ചിന്തിക്കേണ്ട. അപ്പം അങ്ങനെ നമ്മൾ എല്ലാത്തിനെയും അങ്ങനെ ഒരു സിമ്പിളായിട്ട് നമ്മൾ അങ്ങോട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഈ ഭൗതികതയിൽ നമുക്ക് പരാതികളില്ലാതെയാവും.
അവരത് പറഞ്ഞില്ല, അവരത് ചോദിച്ചില്ല, അവരിത് തന്നില്ല, അവരങ്ങനെ ചെയ്യില്ല, ഇങ്ങനെയുള്ള പരാതികളൊന്നുമില്ലാതെ ഒരു നിശ്ചലമായിരിക്കുന്ന മനസ്സോടുകൂടി സമാധാനത്തോടുകൂടി നമുക്ക് ഇങ്ങനെ ഉയരാൻ കഴിയും. ആ ഉയർച്ച എങ്ങോട്ടാണ്? ഭഗവാനിലേക്കാണ്. അപ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് ഇങ്ങനെ നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കും. ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നുണ്ടോ, നീ ഈ മാസം ഏകാദശി എടുത്തോ? എടുത്തില്ല. നീ നിന്റെ മകൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, നീ നിന്റെ ഭർത്താവിൻ്റെ എല്ലാ കാര്യവും ചെയ്യുന്നു, നീ നിന്റെ ഭാര്യയുടെ എല്ലാ കാര്യവും ചെയ്യുന്നു, നിന്റെ കാര്യങ്ങൾ ചെയ്യും. നീ എനിക്ക് വേണ്ടിയിട്ടൊരു ഏകാദശി, എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് നിന്നോടൊരു ഏകാദശി എടുക്കാൻ പറഞ്ഞിട്ട് നീ എടുത്തോന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം തല കുനിച്ച് നിൽക്കണം. വേണ്ടേ? വേണം. നീ നിന്റെ മകനും നിന്റെ ഭർത്താവിനും നിന്റെ എല്ലാവർക്കും, കുട്ടിക്കും കുടുംബത്തിനും വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഗീതയിൽ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല നീ നോൺ വെജ് കഴിക്കുന്നതെന്ന്. നീ നിർത്തിയോ? നിർത്തിയില്ല. നീ കഴിഞ്ഞ ആഴ്ചയും സിനിമ കാണാൻ പോയി. നീ കഴിഞ്ഞ ദിവസവും നിന്റെ അച്ഛൻ്റെ വീട്ടിൽ പോയി, അമ്മയുടെ വീട്ടിൽ പോയി, നിന്റെ കൂട്ടുകാരുടെ കൂടെ പോയി, ഓണം ആഘോഷിച്ചു. ഗുരുവായൂരിരിക്കുന്ന എന്നെ കാണാൻ നീ വന്നോ? വന്നില്ല. അപ്പം നിനക്ക് കാലുവേദന, ബസ് കയറാൻ വയ്യ, തലവേദന, ഭയങ്കര ക്യൂ, കാശില്ല. കാശില്ല എന്ന് പറഞ്ഞിട്ട് നീ നിന്റെ വീട്ടിൽ പട്ടിണി കിടന്നോ? നീ ഭക്ഷണം കഴിച്ചില്ലേ? നിന്റെ കൊച്ചിന് പുതിയ ഡ്രസ്സ് എടുത്തില്ലേ? കടം മേടിച്ചിട്ടാണെങ്കിലും നീയും ഡ്രസ്സ് എടുത്തില്ലേ? എന്നെ കാണാൻ വരാൻ നിന്റെ കയ്യിൽ കാശില്ല എന്ന് ഭഗവാൻ തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ ആരുടെ കയ്യിലും ആൻസർ ഇല്ല. ഭഗവാന് കൊടുക്കാത്ത എല്ലാ പരിഗണനയും ജീവിതത്തിൻ്റെ ചുറ്റിന് നിൽക്കുന്ന എല്ലാവർക്കും കൊടുത്തിട്ട് അവരിൽ നിന്ന് എന്ത് തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് ഒരു സെക്കൻഡ് ഒന്ന് ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ മതി. മൊത്തം പരിഗണനയും ഭഗവാന് കൊടുക്കും. സീരിയസ്ലി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ജീവിതത്തിൽ പരിഗണന കൊടുക്കേണ്ടത് ഭഗവാനാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് കൊടുക്കേണ്ട പരിഗണന ഭഗവാനാണ്, അല്ലേ? ആദ്യം ഭഗവാന് പരിഗണന കൊടുക്കുക, ആ പരിഗണനയിലൂടെ മുന്നോട്ട് പോവുക. അപ്പോൾ എന്തായി? ഭഗവാനെ നമ്മൾ പരിഗണിച്ചാൽ ലോകം നമ്മളെ പരിഗണിക്കും. ഓക്കെ. ഞാൻ ഇത്രയും 10-17 സീരിയൽസ് മലയാളത്തിൽ ചെയ്തു, കുറേ സ്റ്റേജ് ഷോസ് ചെയ്തു, കുറച്ച് മൂവീസ് ചെയ്തു, ഇന്നും തമിഴ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ അറിയാമായിരുന്നോ? കുറച്ച് പേർക്ക് എന്നെ അറിയായിരുന്നു, വളരെ കുറച്ച് പേർക്ക്. എൻ്റെ സീരിയൽസ് കണ്ടവർക്ക് മാത്രം. എന്നാലും ഒരു സംശയം ഉണ്ടായിരുന്നു, അവർ തന്നെയാണോ ഇവർ എന്നൊരു സംശയം ഉണ്ടാവും. കാരണം എന്താ? സീരിയലിലിടുന്ന മേക്കപ്പും നമ്മൾ നോർമലി ഇരിക്കുന്ന മേക്കപ്പ് എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ആ സീരിയലുകളിൽ കൂടി എനിക്ക് കിട്ടാത്ത പരിഗണന ഭഗവാന്റെ കാര്യം പറയാൻ വന്നപ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടി. നിങ്ങളെല്ലാവരും എന്നെ പരിഗണിച്ചു. സത്യമല്ലേ? അപ്പോൾ ഞാൻ ഭഗവാനോടടുത്തപ്പം നിങ്ങൾക്ക് എന്നെ പരിഗണിക്കാൻ പറ്റി. അതേസമയം ഞാൻ സീരിയലുകളിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് എന്നെ പരിഗണിക്കാൻ പറ്റിയോ? ഇല്ല. അങ്ങനെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു ആർട്ടിസ്റ്റ്, അത്രയേ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരാൾ പരിഗണിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഭഗവാനെ പരിഗണിക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ പൊട്ട ചിന്താഗതികളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാത്രി കിടക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കും. എപ്പോഴും എൻ്റെ ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ് പോവുക. കുറേയൊക്കെ ഇങ്ങനെ ഓർമ്മയുണ്ടാകുമ്പോൾ എഴുതി വെക്കും, നാളത്തെ ക്ലാസ്സിൽ പറയണം എന്ന് ഓർത്തിട്ട് കുറേയൊക്കെ മറന്നു പോകും. അപ്പോൾ നമ്മൾ ഭഗവാനെ പരിഗണിച്ചാൽ ലോകം നമ്മളെ പരിഗണിക്കും. അപ്പോൾ ഇന്ന് മുതൽ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ആദ്യം ഭഗവാനെ പരിഗണിക്കാം. അപ്പോൾ ചുറ്റുപാടുള്ളത് നമുക്ക് അനുകൂലമായി വരും, ഓട്ടോമാറ്റിക്കലി വരും. ആദ്യമൊക്കെ കുറച്ച് കളിയാക്കും, പിന്നെ എല്ലാം നമുക്ക് അനുകൂലമായി വരും. ഓക്കെ. 29ാമത്തെ ശ്ലോകം. സമയത്രായി? വിശക്കുണ്ടോ എല്ലാവർക്കും? 10 മണിയാവുന്നു. 29ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ സർവഭൂതസ്ഥമാത്മാനാം സർവഭൂതാനി ചാത്മാനി ഈക്ഷതേ യോഗയുക്തേത്മാ സർവത്രാ സമർദർശനം എന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു. ഭഗവാൻ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾ സർവ്വജീവികളിലും ഭഗവാനെ കാണുന്നു. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി നമ്മളിങ്ങനെ പോവുകയാണ്, ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. ഞാനെല്ലാം ഇങ്ങനെ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ലേ? പക്ഷേ എനിക്ക് എന്താ അറിയോ, ഇതുപോലെ വായിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലും ഭേദം നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കുന്നല്ലേ നല്ലത്, സമയം പോലെ. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ മെല്ലെ സാരല്ലേ ബിന്ദു മാതാജി പറഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്ത് തരുമ്പോൾ കുറച്ച് എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ തലയിൽ നിൽക്കല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു യഥാർത്ഥ യോഗി സർവ്വജീവികളിലും എന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കുഞ്ഞു കുട്ടി, ഒരു വയസ്സായ നല്ല തക്കുട് മുണ്ടം പോലത്തെ ഒരു കുഞ്ഞിനെ നമ്മൾ കണ്ടു.
അപ്പം നമ്മൾക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ വരിക, അയ്യോ എൻ്റെ കുഞ്ഞും അങ്ങനെ ആയിരുന്നു ചെറുപ്പത്തിൽ, എന്തൊരു നമുക്കൊരു അട്രാക്ഷൻ തോന്നും ആ കുട്ടിയോട് അല്ലേ. ഒരു 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 നമ്മൾക്ക് നമ്മുടെ മക്കളുടെ കുട്ടിക്കാലം ഓർമ്മ വരും. അതുമല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് അതിലേക്ക് ഇങ്ങനെ പോകും. കാരണം എന്താ, നമ്മൾ നമ്മുടേതായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ, നമ്മുടെ ഇപ്പം അമ്മ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാർ, നമ്മുടെ മുത്തശ്ശന്മാർ, അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ തുല്യതയിലുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് അവരോട് ആ ഒരു അട്രാക്ഷൻ തോന്നും. അയ്യോ എൻ്റെ അമ്മയും ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇതുപോലെ ആയിരുന്നു, എൻ്റെ മോനും ഇതേപോലെയാണ് പെരുമാറുക, അല്ലെങ്കിൽ എൻ്റെ മോളുടെ കുട്ടിക്കാലം ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും. കാരണം എന്താ, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ അവരിൽ കാണുന്നു. അപ്പോൾ അവരോട് നമുക്ക് ആ ഒരു സ്നേഹം തോന്നും. അതേപോലെ ഭഗവാനെ നമ്മൾ സർവ്വതിലും ദർശിക്കുമ്പോൾ നമുക്ക് സർവ്വതിനോടും ഒരു സ്നേഹം തോന്നും. അപ്പം എന്തായി അവിടെ, ഒന്നിനോടും നമ്മൾ മോശമായിട്ട് പ്രതികരിക്കില്ല. ഭഗവാന്റെ സമസ്ത സൃഷ്ടികളിലും ഭഗവാനെ കാണാൻ സാധിച്ചാൽ നമ്മൾ വയലൻ്റ് ആവില്ല. മനസ്സിലാവുന്നുണ്ട്? നമുക്ക് വയലൻസ് ഒഴിവായി കിട്ടും. വയലൻസ് ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ യോഗി, ഇവിടെ യോഗി എന്ന് പറയുന്നത് ആരെയാണ്? ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരെയാണ് യോഗി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു വ്യക്തി സർവ്വജീവികളിലും എന്നെ കാണുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം സമസ്ത കാര്യങ്ങളിലും നമ്മൾ ഭഗവാനെ കാണുന്നു. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ആരോടും ദേഷ്യം ഉണ്ടാവില്ല, വാശി ഉണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല, ശപിക്കാൻ തോന്നില്ല, ഒന്നും തോന്നില്ല. അപ്പം എന്തായി, നമ്മൾ സാത്വികതയിലേക്ക് വരും. സൂപ്പർ. അപ്പം നമ്മൾ സാത്വികതയിലേക്ക് വരും. സാത്വികതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈശ്വരനോട് വളരെ അടുക്കാൻ പറ്റും നമുക്ക്. അയാൾ സർവ്വ ജീവജാലങ്ങളിലും എന്നെ കാണുകയും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. ഭഗവാനെ തേടി നമ്മളിങ്ങനെ നടക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്തിരുന്നൊന്ന് ഭഗവാനെ കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, മഹാദേവ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ തന്നെ എന്തായി, ഭഗവാൻ നമ്മുടെ സമക്ഷമെത്തി. ആ നാരായണ നാമത്തിൽ ഭഗവാനുണ്ട്. നമ്മൾ എവിടെയും അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നു? ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ പലപ്പോഴും എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കും, അച്ഛനെ ഒന്ന് വിളിക്കണം, രാവിലെയായി, അച്ഛൻ ഇന്ന് 10 മണിയായിട്ടും എന്നെ വിളിച്ചില്ല. അപ്പം അച്ഛൻ്റെ കോൾ വരും. അപ്പം ഞാൻ പറയാം, അച്ഛന് 100 ആയുസാണേ. അതേ ഞാൻ പറയാം, അച്ഛനെ ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. അത് ആ ഒരു മനസ്സിൻ്റെ കണക്ഷനാണ്. ആ ചിന്തയിൽ അവരുടെ ആ ഒരു പ്രസൻസ് നമുക്ക് കിട്ടി. അതേപോലെ ഭഗവാന്റെ നാമം നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ഭഗവാൻ അവിടെ സമീപസ്ഥനാണ്. അത് നമ്മൾ ആരും അറിയുന്നില്ല, അതാരും അറിയുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാന്റെ നാമത്തെ നമ്മൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. ഭഗവാന്റെ നാമം സദാ ചിന്തിച്ചുകൊണ്ടിരിക്കണം, ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ഒരു ജോലിയാണ് അടുക്കളയിലെങ്കിലും, ഒരു എന്തെങ്കിലും എന്താ പറയുക, കിടന്നുറങ്ങാൻ നമ്മൾ പോകുമ്പം എല്ലാവരും മിക്ക ആൾക്കാരും എന്താ ചെയ്യുക, മൊബൈൽ തോണ്ടി എനിക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ ആ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് കിടക്കാൻ നേരം മനസ്സമാധാനമായിട്ട് കിടന്നു, കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാം 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 ഇങ്ങനെ ജപിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന നിദ്ര എന്ന് പറയുന്നത് ഗാഢ നിദ്രയായിരിക്കും. മറ്റേതെന്താ, നാളെ അത് ചെയ്യണം, അവൻ എന്നോട് അങ്ങനെ കാണിച്ചു, അവൻ എന്നോട് ഇങ്ങനെ കാണിച്ചു, കുറേ ഇങ്ങോട്ട് തിരിയും, കുറേ അങ്ങോട്ട് തിരിയും, കുറേ മലന്ന് കിടക്കും. അടുത്ത് കിടക്കുന്നത് മകനോ ഭാര്യയോ ഭർത്താവണോ, മാറി കിടക്കും അങ്ങോട്ടെന്ന് പറയും, വഴക്കാവും, പ്രശ്നവും, എടുത്ത് തലേണ താഴെ ഇടും, അവിടെ കിടക്കല്ലേ, ഹാളിൽ പോയി കിടക്കും, അവിടുന്ന് പെറുപിറുക്കും, അപ്പോഴേക്കും അവിടുന്ന് ഡോർ അടയ്ക്കും, തിരിച്ച് ചെല്ലും, വീണ്ടും ഇടിക്കും പിടിക്കും, ബഹളം, അയ്യോ ഉണ്ടാവാത്ത പുകിലൊന്നുമില്ല. അതേസമയം ഒരു ഭാഗത്തേക്ക് മാറിക്കിടന്നിട്ട് നാരായണ 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 നാരായണ, അയ്യോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര രസമാണ്. നന്നായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ആരോ ഇരിക്കുന്നൊരു ഫീല് കിട്ടും നമുക്ക്. ഭഗവാന്റെ നാമം ജപിച്ച് അങ്ങനെ ഉറങ്ങുമ്പോൾ ഗാഢ നിദ്രയിൽ പോകും. നാളെ എന്ത് വലിയ പ്രശ്നമാണോ നമ്മൾ അഭിമുഖീകരിക്കാൻ പോണത്, അത് മഞ്ഞുപോലെ അങ്ങ് ഭഗവാൻ ഒരുക്കിത്തരും. എന്തു വലിയ പ്രശ്നമായിക്കോട്ടെ, മഞ്ഞുപോലെ ഒരുക്കിത്തരും. ഇഷ്ടപ്പെട്ട മന്ത്രം ജപിച്ച് കിടന്നോളൂ. അത് ജയ് സീതാറാം ജയ് സീതാറാം ജയ് സീതാറാം ജയ് സീതാറാം. അതാണ് പിന്നെ പറയേണ്ട. ഹനുമാൻ സ്വാമി അപ്പം വന്നിരിക്കും അവിടെ. യോ എൻ്റെ സ്വാമിയുടെ നാമം ആരോ ജപിക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത് വന്നിരിക്കും. എന്താ എൻ്റെ സ്വാമിയുടെ നാമം ജപിക്കുന്ന ഭക്തിക്ക് പറ്റിയത്? ഒന്നും കുഴപ്പമില്ല. വിജയപ്രാപ്തി ഭഗവാൻ അവിടെ ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാമത്തിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. അപ്പൊ ആ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്താ ഉണ്ടാവുക? ചുറ്റിലുള്ള എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കും. ആ ഈശ്വരനെ കാണുന്ന അവസ്ഥയിലൂടെ ജീവിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും സമാധാനം എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഭഗവാനെ കണ്ടെത്താൻ സാധിക്കും. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനെ കാണാത്തത് കൊണ്ട് കൃഷ്ണാവബോധം ഉദിച്ച യോഗിയാണ് പൂർണ്ണമായി കണ്ടറിഞ്ഞവനെന്ന് പറയും. എല്ലാവരുടെ ഹൃദയത്തിലും സാക്ഷാൽ ഗുരുവായൂരപ്പനുണ്ട്. പക്ഷെ നമ്മൾ എവിടെയും കാണുന്നില്ല, ആരുടെ ഹൃദയത്തിലും കാണുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി ധന്വന്തരണം. നമ്മൾ കാണുന്നില്ല. കാരണം എന്താ? അതെൻ്റെ ശത്രു, ഇതെൻ്റെ ശത്രു, അവരിവർ അവരവർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ദേഷ്യത്തിന്. പക്ഷെ അവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോവാണ്. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്. ആ ഭഗവാനെ കണ്ടെത്താൻ ശ്രമിച്ചാൽ അതാണ് ഏറ്റവും വലിയ സമാധാനം. അപ്പോൾ നമുക്ക് സർവ്വതിലും ഭഗവാനെ കാണാൻ സാധിക്കും. സർവ്വതിലും ഭഗവാനെ കാണാൻ സാധിച്ചാൽ ക്ഷമ നമുക്ക് കിട്ടും ജീവിതത്തിൽ. നമ്മളെ ചീത്ത വിളിച്ചോട്ടെ, ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ഒന്ന് ആലോചിച്ചിട്ട് പറയും. കുറേ ആൾക്കാരോട് നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞിടക്കാൻ പറ്റും, കുറേ നമ്മൾ തെറി വിളിക്കാൻ പറ്റും, ചിലപ്പോൾ നമ്മുടെ ജോലി കളയിക്കാൻ പറ്റും, ചിലപ്പോൾ നമ്മുടെ ഭാര്യ ഭർത്താവായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിപ്പിക്കാൻ പറ്റും, മാക്സിമം കഴിഞ്ഞ് ഒരു കത്തിയെടുത്ത് കുത്താൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ആത്മാവിനെ എന്ത് ചെയ്യാൻ സാധിക്കും? അത്രേ പറ്റൂ. ഒരാളോട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നമ്മൾ എന്ത് ചെയ്യണം? നിശബ്ദമായി നിൽക്കാൻ ശ്രമിക്കുക. ആ നിശബ്ദതയാണ് സാത്വികത. ആ സാത്വികതയാണ് ഈശ്വരൻ. ആ ഈശ്വരനാണ് യഥാർത്ഥ കൃഷ്ണാവബോധത്തിൻ്റെ വഴികാട്ടി. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശാർജുന നിഷ്ഠതി എന്ന് പറയുന്നുണ്ട്. അതായത് ബ്രാഹ്മണന്റെയും നായയുടെയും ഹൃദയത്തിൽ പരമാത്മ സ്വരൂപത്തിൽ ഭഗവാൻ വാഴുന്നുണ്ട്. ഹരേ കൃഷ്ണ. എന്താ പറയുന്നത്? ഭഗവാൻ ബ്രാഹ്മണന്റെയും നായയുടെയും ഹൃദയത്തിലുണ്ട്. അതൊരു നായയാണ്, ഞാനൊരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞുന്ന വേർതിരിവ് വേണ്ട. ആ ബ്രാഹ്മണന്റെ ഹൃദയത്തിലും ആ നായയുടെ ഹൃദയത്തിലും ഭഗവാൻ തന്നെയാണ് കുടികൊള്ളുന്നത്. അത് മനസ്സിലാക്കണം. അതായത് സഹജീവികളോട് കരുണയുണ്ടാവണം. ഇതാണ് അതിൻ്റെ അർത്ഥം. ലോകത്തുള്ള എല്ലാ സഹജീവികളോടും കരുണ കാണിച്ചിട്ട് ജന്മം നൽകിയ അച്ഛനോടോ അമ്മയോടോ മക്കളോടോ കരുണ കാണിക്കാത്തൊരു വ്യക്തിയെ നമ്മൾ എന്തെന്ന് വിളിക്കണം? ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഒരു അച്ഛൻ ക്ഷമിക്കേണ്ടടുത്ത് അച്ഛൻ ക്ഷമിക്കാം, മകൻ ക്ഷമിക്കേണ്ടടുത്ത് മകൻ ക്ഷമിക്കാം. ഒരമ്മ ക്ഷമിക്കേണ്ടടുത്ത് അമ്മ ക്ഷമിക്കാം, മകൾ ക്ഷമിക്കേണ്ടടുത്ത് മകൾ ക്ഷമിക്കാം. അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും മൂർത്തിമത് ഭാവമാണ് അമ്മ എന്ന് പറയുന്നത്. അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് എൻ്റെ സഞ്ജൂട്ടൻ ഫ്രണ്ട്സായിട്ട് പുറത്തു പോയി. അപ്പോൾ ബാംഗ്ലൂരാണല്ലോ. പുറത്ത് പോയപ്പം എന്നെ വിളിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടു, മമ്മിക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താ അറിയോ, ബാംഗ്ലൂരൊക്കെ അല്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ വില കുറഞ്ഞ് കിട്ടുമല്ലോ. മേ ബി അവൻ ചിലപ്പോൾ എനിക്കൊരു നല്ല ടോപ്പ് എന്തെങ്കിലും വാങ്ങിച്ച് കാണും, അതായിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു എന്താ മോനെ? മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ്. ഞാൻ ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്? അപ്പോൾ ഭഗവാന്റെ വിഗ്രഹമൊന്നും എന്തായാലും വാങ്ങാൻ ചാൻസ് ഇല്ല. അപ്പം ഞാൻ പറയും എന്താണ്? മമ്മിക്ക് ഒരുപാട് ഇഷ്ടമാവും. ഞാൻ ചോദിച്ചു എന്താ മോനെ പറയാന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ വീഡിയോ കോൾ വിളിച്ചു. സംഭവം എന്താ അറിയോ, അവരെ കോളേജിൻ്റെ അവിടെ ഒരു മയില് വന്നു. അപ്പോൾ ആ മയില് ഒരു മയിൽപ്പീലി അവിടെ പൊഴിച്ചിട്ടു. ആ ഒറിജിനൽ മയിൽപ്പീലി അവനെടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ്, ആ ഒരൊറ്റ മയിൽപ്പീലി. എന്നിട്ട് അവനത് നിധി പോലെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. എൻ്റെ മമ്മിക്ക് കൊടുക്കണം, മമ്മിക്കുള്ള ഗിഫ്റ്റാണത്, അത് കിച്ചൂട്ടന് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട്. സോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, ഇതാണ് നമ്മുടെ മക്കൾ കണ്ടു വളരുന്നത്. നമ്മൾക്ക് എന്താണ് ഇഷ്ടം എന്ന് ഞാൻ ഒരിക്കലും അവരോട് പറഞ്ഞിട്ടില്ല. എനിക്ക് മയിൽപ്പീലി ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മയിൽപ്പീലി നമ്മൾ അലങ്കാരമായിട്ട് ഭഗവാന് വെച്ചു കൊടുത്തിട്ടുണ്ട്, അത്ര തന്നെ. അല്ലാതെ അയ്യോ അതെനിക്ക് ജീവനാണേ എന്നൊന്നും ഞാൻ ഇന്ന് വരെ അവനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് സ്വമേധയാ മനസ്സിലാക്കി. അതെന്തുകൊണ്ടാണ്? നമ്മളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലാവണം, നമ്മൾ എത്രത്തോളം എന്ത് കാര്യത്തിലാണ് അഡിക്ഷനായിരിക്കുന്നത് എന്നുള്ളത് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മക്കൾ കണ്ട് വളരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ പൊതുവെ സാത്വികത അത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് അമ്മമാർ എത്ര വയലൻ്റ് ആവുന്ന സാഹചര്യത്തിലും ശാന്ത സ്വഭാവത്തോടു കൂടി നമ്മൾ ഇടപെടുകയാണെങ്കിൽ, ചെറുപ്പം മുതലേ ആ ശാന്തത നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഒരിക്കലും വയലൻസ് ഉണ്ടാവില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത് സഞ്ജുവിന് കൊടുക്കാം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് നമ്മൾ വയലൻ്റ് ആവുന്ന അമ്മമാരാണെങ്കിൽ തീർന്നു. 100 വയലൻസ് കുറച്ച് കഴിയുമ്പോൾ മക്കളോട് തിരിച്ചിങ്ങോട്ട് കിട്ടും. എൻ്റെ സഞ്ജുവിനൊക്കെ എന്ത് ബഹളം കാണിച്ചാലും ഞാൻ കാണിക്കാറില്ല പൊതുവേ. എന്നാലും ഞാൻ പറയും എന്താന്നാ മക്കളെ ഇങ്ങനെ,
മക്കളൊന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നത്, ചുമ്മാ കിടന്നിട്ട് എന്തു അമ്മക്കുള്ളൂ ഇങ്ങനെ. അപ്പോൾ പറയും സോറി മമ്മി വിട്ടുകളാ, ഞങ്ങൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ വോളിയം ഇങ്ങനെ താഴേക്കൊണ്ടിരിക്കും. അല്ലാണ്ട് എടാന്ന് പറഞ്ഞിങ്ങനെ ഈ വോളിയത്തിൽ പോകേണ്ട കാര്യമില്ല. അതിൻ്റെ മുകളിൽ കയറി അവർ സംസാരിക്കുന്നൊരു സമയം വരും. അപ്പം നമുക്ക് ജീവിതത്തിൽ വയലൻസ് വേണ്ട, സൈലൻസ് മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം, ബ്രാഹ്മണൻ്റെ ഹൃദയത്തിലും തെരുവിൽ കിടക്കുന്ന ഒരു നായയുടെ ഹൃദയത്തിലും ഉള്ളത് എന്താണ്? ഈശ്വരനാണ്. ആ ഈശ്വരനെ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. പിന്നെന്താ പറയുന്നത്? ആ വിധമുള്ള അത്ര ഭഗവാന്റെ നിഷ്പക്ഷ ഭാവം. ഭഗവാന്റെ നിഷ്പക്ഷ ഭാവമാണത്. ഭഗവാന് ബ്രാഹ്മണനോടൊരു സ്നേഹം, താഴെ കിടക്കുന്ന ചണ്ടാളനോടൊരു സ്നേഹം, അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എല്ലാവരോടും തുല്യ സ്നേഹമാണ്. എല്ലാ ജീവജാലങ്ങളോടും ഭഗവാന് തുല്യ സ്നേഹമാണ്. കാരണം ഭഗവാന്റെ സൃഷ്ടികളാണ് അതൊക്കെ. ഒരിക്കലും നമുക്ക് 2 മക്കളുണ്ടെങ്കിൽ 2 പേരെയും 2 തട്ടിൽ നമ്മൾ കാണരുത്, കാണാൻ പറ്റൂല. ചിലപ്പം 2 മക്കൾക്കും ഒരേ കഴിവുകളായിരിക്കില്ല. ഇപ്പം എൻ്റെ മോനുള്ള ക്വാളിറ്റീസ് ഒന്നും ചില സമയത്ത് എൻ്റെ ബ്രദറിൻ്റെ മോൾക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്കുള്ള ക്വാളിറ്റീസ് എൻ്റെ മോനുണ്ടാവില്ല എന്ന് കരുതി എനിക്ക് അവർ രണ്ടും രണ്ടാണോ? എൻ്റെ ഏട്ടൻ്റെ മക്കൾ വേറെ, എൻ്റെ മോൻ വേറെ, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മോനൊരു ചോക്ലേറ്റ് വാങ്ങുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഏട്ടൻ്റെ മക്കൾക്കും അത് വാങ്ങും. കാരണം അത് എൻ്റെ മക്കൾ തന്നെയാണ്. അവരും എന്നെ വിളിക്കുന്ന മമ്മീന്ന് തന്നെ, എൻ്റെ മോൻ വിളിക്കുന്നതും മമ്മീന്ന് തന്നെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 പേർക്കും ഞാൻ അങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. 2 കൂട്ടരും അങ്ങനെ വിളിച്ചതാണ്. അപ്പം ആ മക്കളും എൻ്റെ മോനും ഒക്കെ എനിക്ക് തുല്യമാണ്. അതേപോലെ നമ്മൾ നമ്മുടെ മക്കളെ ഒരിക്കലും വേർതിരിച്ച് കാണരുത്. ഭഗവാന് ഒന്നിനോടും വേർതിരിവില്ല. ഭഗവാൻ ഇല്ലാത്ത വേർതിരിവ് നമുക്കെന്തിനാ? ചിന്തിച്ചു നോക്കണം. ഭഗവാൻ ഇല്ലാത്ത ഒരു വേർതിരിവ് നമുക്കെന്തിനാ? ഇപ്പം ഗുരുവായൂർ ഗുരുകുലത്തിലെ മക്കള്, ഞാൻ എൻ്റെ മോനെ എന്ത് വിളിക്കണോ അതന്നെയാണ് എൻ്റെ മക്കളെയും വിളിക്കണത്. എടാ മക്കളെന്നാ വിളിക്കുക. അതുപോലെ തന്നെ സഞ്ജുടനെ വിളിക്കാറുണ്ട്. ആ മക്കൾക്കും എൻ്റെ മോനും ഒക്കെ, അവരൊക്കെ എനിക്ക് ഒരുപോലെ ആവുന്നത് എന്തുകൊണ്ടാണ്? ആ കുഞ്ഞു ഹൃദയങ്ങളിലും ഈശ്വരൻ ഇരിക്കുന്നുണ്ട്. അവരെയും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം, അവരെയും നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. ഞാൻ എൻ്റെ അമ്മയും അമ്മ എന്ന് വിളിക്കുന്നു, മഞ്ജരീസിൽ പലരെയും അമ്മ എന്ന് വിളിക്കുന്നു. അവരും എൻ്റെ അമ്മ, എനിക്കൊരു വ്യത്യാസമില്ല ഉണ്ടോ? അപ്പോൾ നമ്മൾ തുല്യമായൊരു സ്നേഹത്തോടു കൂടി കാണാൻ ശ്രമിക്കണം. കാരണം ഭഗവാന് തുല്യതയുണ്ട്. ഭഗവാൻ ഒരാൾ വലുത് ഒരാൾ ചെറുത് അങ്ങനെയൊന്നുമില്ല. ബ്രാഹ്മണന്റെ ഹൃദയത്തിലും ഭഗവാനുണ്ട്, തെരുവിൽ കിടക്കുന്ന തെരുവുനായുടെ ഹൃദയത്തിലും ഭഗവാനുണ്ടെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിനെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. തുല്യ മനോഭാവമായിരിക്കണം. ഒന്ന് വലുത് ഒന്ന് ചെറുത്, ക്വാളിറ്റി അനുസരിച്ച് സ്ഥാനങ്ങൾക്ക് മാറ്റം കൊടുക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. ഈശ്വരനില്ലാത്ത വേർതിരിവ് നമുക്കെന്തിനാ? ആലോചിച്ച് നോക്കൂ. അതാണ് ഭഗവാന്റെ നിഷ്പക്ഷ ഭാവം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓരോ ജീവാത്മാവും ഓരോ ഹൃദയത്തിലും കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ പക്ഷേ അവൻ സർവഹൃദയസ്ഥനല്ല. അതാണ് ജീവാത്മ പരമാത്മാക്കൾ തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും കുടികൊള്ളുന്നുണ്ട്. പക്ഷെ അവരാരും പരമാത്മാവല്ല. അവരാണ് ജീവാത്മാക്കൾ. ജീവാത്മാക്കളാണ്. മനസ്സിലായില്ലേ? പരമാത്മാവാണ്. അപ്പം ജീവാത്മാക്കളായ നമ്മൾ പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനെ ആ ഒരു നിഷ്പക്ഷ ഭാവത്തോടു കൂടി തന്നെ അംഗീകരിക്കാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? അത് വേണ്ടവണ്ണം കണ്ടറിയാൻ ശരിക്കും യോഗനിഷ്ഠ ഇല്ലാത്തവർക്ക് കഴിയില്ല. ഭഗവാന്റെ ആ ഒരു നിഷ്പക്ഷ ഭാവത്തെ, തുല്യതയെ കണ്ട് മനസ്സിലാക്കാൻ യോഗനിഷ്ഠ, അതായത് ഭഗവാനോടുള്ള ഭക്തിയുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കാണാൻ പറ്റൂ. ഭക്തി ഇല്ലാത്തവർക്ക് കാണാൻ പറ്റില്ല. കുറേ ചന്ദനം വാരിപ്പൂശി ജപിച്ചിങ്ങനെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ആ ഒരു തുല്യതാ മനോഭാവം കാണണമെങ്കിൽ, ഭഗവാന്റെ ആ ഒരു നിഷ്പക്ഷ ഭാവം മനസ്സിലാക്കണമെങ്കിൽ ഭഗവാനോടുള്ളൊരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ആദ്യം വേണം. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനോടൊരു അചഞ്ചലമായ സ്നേഹമുണ്ടെങ്കിൽ, ഭക്തിയല്ല ഞാൻ പറയുന്നത്, സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരിലും അങ്ങനെ കാണാൻ സാധിക്കും. മനസ്സിലായോ? മറ്റുള്ളവരിലും കാണാൻ സാധിക്കും. ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെ കാണാൻ സാധിക്കില്ല. പിന്നെന്താ പറയണത്? കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഹൃദയത്തിൽ കൃഷ്ണനെ കാണാൻ സാധിക്കും. കൃഷ്ണാവബോധം നമ്മൾക്കുള്ളിലുണ്ടെങ്കിൽ, കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയും ഒന്നായിരിക്കും, അവിശ്വാസിയായ ഒരു വ്യക്തിയും ഒന്നായിരിക്കും. കാരണം എന്താ? അവരുടെ പെരുമാറ്റം നോക്കണ്ട, അവരുടെ ഹൃദയത്തിൽ ഭഗവാനുണ്ട്. അപ്പം അവർ 2 കൂട്ടരും നമുക്ക് തുല്യരാണ്.
ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് സാരമില്ല ശ്രീകല മാതാജി, സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. അവരെല്ലാവരും നമുക്ക് തുല്യരാണ്. അല്ലാതെ കൃഷ്ണനെ ആരാധിക്കുന്നവർ മാത്രമാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നത്, കൃഷ്ണനുണ്ടോ എങ്കിലേ അതൊന്നുമില്ല. സർവചരാചരങ്ങളുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്. സ്മൃതിവാക്യം നോക്കണം എന്നാ പറയുന്നതാണ്. ആദതത്വാച മാതൃതത്വാച ആത്മാഹി പരമോഹരി. സർവഭൂതങ്ങൾക്കും ഉറവിടമായിരിക്കുന്ന ഭഗവാൻ മാതാവിനെയും രക്ഷകനെയും പോലെയാണെന്നാണ് പറയുന്നത്. ഒരമ്മ എങ്ങനെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ സംരക്ഷിച്ച് പൊത്തി 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 വളർത്തി സ്നേഹിച്ചു കൊണ്ടുനടക്കുമോ, എങ്ങനെ ഒരു രക്ഷകനായി മാറുമോ, അതാണ് ഭഗവാൻ കൃഷ്ണൻ. മനസ്സിലായി? സർവഭൂതങ്ങൾക്കും ഉറവിടമായിരിക്കുന്ന ഭഗവാൻ, എല്ലാ ഭൂതങ്ങൾക്കും ഉറവിടമായിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. ആ ഭഗവാൻ മാതാവിനെയും രക്ഷകനെയും പോലെയാണ് എന്നാ പറയുന്നത്. അമ്മയെ പോലെയാണ്. അമ്മയെ പോലെയല്ല, അമ്മ തന്നെ ഭഗവാൻ. രക്ഷകൻ, ആപത്ഭാന്തൻ, നമ്മൾ ആപത്തിൽ രക്ഷിക്കാൻ വരുന്നവനാണ്. ഭിന്ന സ്വഭാവികളായിരിക്കുന്ന മക്കളോടെല്ലാം ഒരമ്മ നിഷ്പക്ഷ ഭാവേന പെരുമാറുന്നത് പോലെ വ്യത്യസ്ത സ്വഭാവമായിരിക്കും. 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾക്കല്ലേ. ഇപ്പം ഞാനും എൻ്റെ ഏട്ടനും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷെ എൻ്റെ അച്ഛൻ ഞങ്ങളോട് 2 പേരോട് ഒരുപോലെയല്ലേ പെരുമാറുന്നത്. അവർക്ക് ഞങ്ങൾ 2 പേരും തുല്യരല്ലേ. നമ്മളിങ്ങനെ ചിലപ്പോൾ കളിച്ചിരി തമാശയ്ക്കൊക്കെ പറയും, ഏട്ടനോടാണ് സ്നേഹം എന്നോട് സ്നേഹമില്ല, അല്ലെ എന്നോടാണ് സ്നേഹം ഏട്ടനോട് സ്നേഹമില്ല, ഇതൊക്കെ പറയുമായിരിക്കും. പക്ഷെ അവർക്ക് മക്കളൊന്ന് തന്നെ. ഒരു അമ്മ എപ്പോഴാണോ മക്കളെ വേർതിരിച്ച് അല്ലെ മക്കളുടെ മക്കളെ വേർതിരിച്ച് കാണുന്നത്, അവരൊരിക്കലും ഒരു അമ്മ എന്ന പദത്തിന് അർഹതയുള്ള സ്ത്രീയേ അല്ല. കാരണം ഒരമ്മയ്ക്കും ഒരിക്കലും മക്കളെ വേർതിരിച്ച് കാണാൻ കഴിയില്ല. അത് എത്ര വ്യത്യസ്ത സ്വഭാവമുള്ള മക്കളായാലും ശരി, ആ അമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അങ്ങനെയുള്ള ഒരമ്മ നിഷ്പക്ഷ ഭാവേന പെരുമാറുന്നത് പോലെ പരമപിതാവ് അങ്ങനെ പെരുമാറുന്നു. ഭഗവാൻ എങ്ങനെയാണ്? നമ്മളുടെ എല്ലാവരുടെയും, ഇപ്പം ലൈവിലിരിക്കുന്ന ഇത്രയും പേരും എൻ്റെയും സ്വഭാവം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തനിത്തനിയായ ഒരു സ്വഭാവം ഉണ്ടല്ലേ. പക്ഷെ ഈശ്വരൻ നമ്മളെല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. ഭഗവാൻ നമ്മളെ വേർതിരിച്ച് കാണുന്നുണ്ടോ? അമ്പിളി മാതാജി ഇരുന്നിട്ട് ഗീത പറയണ്ട. അപ്പം അമ്പിളി മാതാജി എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അമ്പിളി മാതാജി ക്ലാസ് കേൾക്കുന്ന മറ്റുള്ളവരൊക്കെ ഒരുപടി താഴെയാണ് എന്നൊന്നും ഭഗവാൻ കാണുന്നില്ല. ഞാനും നിങ്ങളും ഭഗവാൻ ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. അതിലൊരു വേർതിരിവും ഭഗവാൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കേണ്ട, അതിലർത്ഥമില്ല. സ്ഥാനത്തിന് ഒരു അർഹതയും നമുക്കില്ല. നമ്മുടെ പാദത്തിൽ ഒരാൾ നമസ്കരിച്ചാൽ നമ്മൾ തിരിച്ചും അവരെ നമസ്കരിക്കാൻ പഠിക്കണം. അല്ലാതെ എൻ്റെ പാദങ്ങൾ നമസ്കരിക്കും, ഞാൻ ഭയങ്കര സംഭവബഹുലമായൊരു വ്യക്തിയാണ് എന്ന മനോഭാവം വേണ്ട. എന്നിലും നിന്നിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വരനാണ്. അതാണ് നമസ്തേ എന്ന് പറയുന്നത്. നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്നു, അതാണ് നമസ്തയുടെ അർത്ഥം. നശിച്ചു പോകുന്ന ഈ ശരീരത്തെ അല്ല നമ്മൾ നമസ്കാരം ചെയ്യുന്നത്. അനശ്വരമായിരിക്കുന്ന നിന്റെ ആത്മാവിനെ, നിന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പൊ തിരിച്ചു നമ്മൾ എന്ത് ചെയ്യണം? നമസ്തേ പറയണം. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ ഞാൻ എന്തോ സംഭവ ബഹുലമാണ്, അപ്പൊ എൻ്റെ കാലുകൾ തൊട്ട് നമസ്കരിക്കും, ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കാം. എന്ത് കഴിവുണ്ടായിട്ട്? എനിക്കറിയില്ല. നമ്മൾ ഇസ്കോണിൽ പോയാൽ കാണുന്നില്ലേ? ഇസ്കോണിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെല്ലുമ്പോഴേക്കും അവർ നമ്മളെ അങ്ങോട്ട് ഹരേ കൃഷ്ണ മാതാജി എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് നമസ്കരിച്ച് വേഗം ഒന്നെങ്കിൽ ധന്വൻ പ്രണാമം എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ മുമ്പിൽ അങ്ങോട്ടേക്ക് കിടന്ന് നമസ്കരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചും നമ്മൾ അവർ നമസ്കരിക്കും. അതാണ് തത്വം. ആ തത്വത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇസ്കോൺ റൂളാണത്. ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഏത് ഇസ്കോണിൽ പോയാലും അവർ ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ പ്രഭുജി, ധന്വൻ പ്രണാമം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചും മംഗളം ഭവതു എന്ന് പറയാറില്ല, തഥാസ്തു എന്ന് നമ്മൾ പറയാറില്ല. നമ്മൾ എന്താ ചെയ്യുക? ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ മാതാജി എന്ന് നമ്മൾ തിരിച്ചും പറയും. 2 കൂട്ടരും തുല്യരാണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു മനോഭാവമാണ് ആ വിളിച്ചോടുന്നത്. ശീല പ്രഭുപാജി അവിടെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഇസ്കോൺ തത്വം എന്ന് പറയുന്നത്. നമ്മളെ നമസ്കരിക്കുന്നു, നമ്മൾ തിരിച്ച് നമസ്കരിക്കുന്നു. നമ്മളെ തൃപ്പാദങ്ങൾ ഒരാൾ തൊട്ടാൽ അവരുടെ തൃപ്പാദങ്ങൾ നമുക്കും തൊടാൻ സാധിക്കണം. അതാണ് മനസ്സ്, അതാണ് ഈശ്വരീയ ഗുണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ നമ്മളാരും വലിയ സംഭവമായിട്ട് നമ്മളെ അങ്ങ് വന്ന് കാല് പിടിക്കാനും നമ്മൾ തിരിച്ച് അനുഗ്രഹിക്കാനൊന്നും നമ്മൾ എവിടെയും വളർന്നിട്ടില്ല, വളരത്തുമില്ല. അതിനുള്ള ആൾക്കാരുണ്ട്. ശീല പ്രഭുപാജിയെ പോലെയും ജയപതാ ഗുരു മഹാരാജിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഈശ്വരൻ തിരഞ്ഞെടുത്ത ഗുരുക്കന്മാരാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് ബഹുമാനിക്കാം. അവരും തിരിച്ച് നമ്മളോട് ഹരേ കൃഷ്ണ പറയും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം, അല്ലേ? അവർ പോലും നമ്മളോടും തിരിച്ച്
ഹരേ കൃഷ്ണ പറഞ്ഞിട്ട് നമ്മളെ അംഗീകരിക്കും. അതാണ് സത്യം. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത്? പരമപിതാവായിരിക്കുന്ന ഭഗവാൻ എല്ലാവരോടും ഒരേപോലെയാണ് പെരുമാറുന്നത്. സർവഭൂതങ്ങളിലും പരമാത്മ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത്. ബാഹ്യമായിട്ട് ഓരോ ജീവാത്മാവും സ്ഥിതി ചെയ്യുന്നത് ഭഗവത് ഇച്ഛയിലത്രേ. നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാവരും, ഇപ്പം നീ പറയുന്ന ലൈവിലിരിക്കുന്ന എല്ലാവരും, ഞാനും എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പെരുമാറുന്നത്. കുറേയൊക്കെ നമ്മുടെ എന്താ പറയുക ചിന്താഗതികളെ നമ്മൾ മാറ്റിവെച്ചാൽ നമ്മൾ പറയും ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അതുപോലെയാണ്, ഞാനത് ചെയ്യും, ഞാനത് കൊടുക്കും. എന്ത് കാര്യം ഒന്നും നടക്കാൻ പോകില്ല. ഇവിടെ ഒരു കാറ്റ് വീശണമെന്ന് ഭഗവാൻ വിചാരിക്കണം. എത്ര നേരം ഇലക്ട്രിസിറ്റി മനുഷ്യനിർമ്മിതമായിരിക്കുന്ന കണ്ടുപിടിച്ച ഇലക്ട്രിസിറ്റിയെ പിടിച്ച് നിർത്താൻ പറ്റും? അധികം നേരം നിർത്താൻ പറ്റില്ല. എന്നാൽ സൂര്യൻ ഭഗവാൻ പറയുന്നത് വരെ ചൂടും വെളിച്ചവും തന്നുകൊണ്ടിരിക്കും. സൂര്യനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല, ഒരിക്കലും സാധിക്കില്ല. പക്ഷെ ഭഗവാന് സാധിക്കും. അപ്പോൾ 7-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഭഗവാന് മൗലികമായി 2 ശക്തികളുണ്ടെന്നാണ് പറയുന്നത്. ഉത്തമമായിരിക്കുന്ന ആത്മീയ ശക്തിയും അധമമായിരിക്കുന്ന ഭൗതിക ശക്തിയും. ഭഗവാന്റെ 2 ശക്തികൾ എന്താണ്? ആത്മീയ ശക്തിയും ഭൗതിക ശക്തിയുമാണ്. ഉത്തമ ശക്തിയുടെ അംശമാണെങ്കിലും ജീവാത്മാവ് അധമശക്തിയാൽ ബന്ധനസ്ഥനായിരിക്കുകയാണ്. നമ്മൾ ഉത്തമ ശക്തി, ഭഗവാന്റെ ഉത്തമ ശക്തിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പക്ഷെ എന്താണ്? ജീവാത്മാവ് അധമശക്തിയിലാണ് പെട്ടിരിക്കുന്നത്. ആ അധമശക്തി പോലും ഭഗവാന്റെയാണ്. ആ അധമശക്തിയിൽ നിന്ന് ഉത്തമ ശക്തിയിലേക്ക് നമ്മൾ വരണം. ക്ലിയർ? അതായത് 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയി, പിന്നെ 10-ാം ക്ലാസ്സിൽ എത്തണം. 1 മുതൽ 1-ൽ പഠിച്ച് 2-ൽ പഠിച്ച് 3-ൽ പഠിച്ച് 4, 5, 6, 7, 8, 9, 10ലേക്ക് എത്തി. അല്ലാതെ 10-ൽ നിന്ന് 9, 8, 7, 6, 5, 4, 3, 2 അങ്ങനെ പോകരുത്. ഇപ്പം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാണ്. സംസ്കാരമില്ലാത്തൊരു ബാക്കോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്കാര സമ്പന്നതയിലേക്കല്ല വരുന്നത്, സംസ്കാര ശൂന്യതയിലേക്കാണ് നമ്മൾ പോണത്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഉത്തമ ശക്തിയിലേക്ക് പോകണം. അധമശക്തിയിൽ നമ്മൾ പെട്ടുപോകരുത്. മനസ്സിലായില്ലേ? പിന്നെന്താ പറയുന്നത്? എങ്കിലും എപ്പോഴും ഭഗവത് ഇച്ഛയിൽ തന്നെ നിലകൊള്ളുന്നു. എന്നാലും നമ്മളിങ്ങനെ ഭഗവാന്റെ ഇച്ഛയിൽ ഇങ്ങനെ നിലകൊണ്ട് പോവുകയാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിലാണ് വർത്തിക്കുന്നത്. ഇങ്ങനെയായാലും അങ്ങനെയായാലും എല്ലാം ഭഗവാന്റെ തീരുമാനത്തിൽ തന്നെയാണ് പോണത്. നമ്മൾ കുറച്ചും കൂടെ ചിന്തകളെയൊക്കെ എന്താ പറയുക, കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് കൃഷ്ണാവബോധത്തിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ ഭഗവാന്റെ ഉത്തമ ശക്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഈ ജീവാത്മാക്കൾ കാമ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നവരാകയാൽ വിഭിന്നാവസ്ഥകളിൽ ഏർപ്പെട്ടിരുന്നാലും ഏത് ചുറ്റുപാടിലും ഭഗവത് ദാസന്മാരാണെന്ന് അറിയാവുന്ന യോഗി അവരെ സമദൃഷ്ടിയോടെയാണ് കാണുക. എന്താ പറയുന്നത്? ഈ ജീവാത്മാക്കൾ, അതായത് നമ്മളാകുന്ന ജീവാത്മാക്കളെല്ലാം കാമ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നവരുണ്ട്. ഇന്ന് ചെയ്യുന്നത് നമുക്ക് നാളെ എന്തായാലും കിട്ടും. അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ കൂടിയും വ്യത്യസ്തമായിരിക്കുന്ന ഏത് ചുറ്റുപാടിൽ ജീവിക്കുന്നവരാണെങ്കിലും ശരി, അതായത് വലിയ ഉയർന്ന ബാങ്ക് മാനേജറോ അല്ലെങ്കിൽ അവരോ ഇവരോ ആരാണെങ്കിലും ശരി, ഏത് കോടീശ്വരന്മാരാണെങ്കിലും ശരി, എന്താണ്? നമ്മളെല്ലാവരും തന്നെ തുല്യരാണ് എന്നുള്ള കാര്യം ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആരും വലിയവരല്ല എന്ന് ഭഗവാൻ നമ്മളെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ വലിയ സംഭവം, നീ വലിയ സംഭവം, നീ ചെറുത്, ഞാൻ ചെറുത്, വലുത്, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. തുല്യരാണ് നമ്മൾ. തുല്യരാണ് എന്ന മനോഭാവം, ആ ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. ഓക്കെ. ഭൗതിക ശക്തിക്ക് അധീനനാകുമ്പോൾ ജീവാത്മാവ് ഇന്ദ്രിയങ്ങളെ സേവിക്കുന്നു. ഈ ഭൗതിക ലോകത്ത് നമ്മളിങ്ങനെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാവിന് നല്ല രുചി വേണം, കിടന്നുറങ്ങാൻ പട്ടുമെത്ത വേണം, പിന്നെ പ്രാർത്ഥിക്കാം, പിന്നെ കാണാം, പിന്നെ ചെയ്യാം എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും വേണ്ട. നമ്മൾ ഭൗതിക ശക്തികൾക്ക് അടിമപ്പെടരുത്. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം, അത് എന്താ പറയുക, രുചിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാൻ നൽകിയ പ്രസാദം എന്ന മനോഭാവത്തിൽ കഴിക്കുക. കിടന്നുറങ്ങാൻ ഇനിയിപ്പോൾ ചിലപ്പോൾ നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റിയില്ലെങ്കിലും ചുരുണ്ട് കൂടി ഒരു സ്ഥലത്ത് കിടക്കുക. പട്ടുമെത്ത ഇല്ലെങ്കിലും ഒരു പുല്ലുവായിലാണെങ്കിലും കിടക്കാൻ ശ്രമിക്കുക. വലിയ ആർഭാടമായിരിക്കുന്ന വസ്ത്രം ഇല്ലെങ്കിലും നാണം മറയ്ക്കാൻ ഒരു വസ്ത്രം. അങ്ങനെ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കണം. ആഗ്രഹങ്ങളെയും ആസക്തികളെയും എല്ലാം നിയന്ത്രിച്ച് ഭൗതികതയിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഈശ്വരനിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ആത്മീയ ശക്തിക്ക് അതിൽ അധിവസിക്കെ സർവേശ്വരനെ നേരിട്ട് സേവിക്കുന്നു. നമ്മൾ ആത്മീയ ശക്തിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഭഗവാനെ നമ്മൾ നേരിട്ട് സേവിക്കുകയാണ് ചെയ്യുന്നത്. ഭൗതിക ശക്തിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഈ ഭൗതിക ലോകത്ത് പിന്നെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞിങ്ങനെ നടക്കാം. മനസ്സിലായില്ലേ? രണ്ട് നിലയിലും ജീവാത്മാവ് കൃഷ്ണന്റെ ദാസൻ തന്നെയാണ്.
നമ്മൾ ഭൗതിക ശക്തിയിലായാലും ശരി, ആത്മീയ ശക്തിയിലാണെങ്കിലും ശരി, ജീവാത്മാവ് ഭഗവാന്റെ ദാസനാണ്. ഞാൻ നല്ല ഭൗതിക ശക്തിയിൽ നിന്നൊക്കെ പോയി ഞാൻ ആത്മീയ ശക്തിയിലാണ്, അപ്പോൾ എൻ്റെ താഴെ ഇരിക്കുന്നവരെല്ലാവരും താഴെയാണ് എന്നൊന്നുമില്ല. വലിയ നിലയിലും വലിയ ഭക്തി ഉണ്ടെങ്കിലും ഭക്തി ഇല്ലാത്തതും ഒക്കെ എന്താണ്? ഭഗവാന്റെ ദാസന്മാരാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ എന്നും നമ്മൾ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുക. വലിയവനെന്നോ ചെറിയവനെന്നുള്ള അഹങ്കാര മനോഭാവം നമ്മൾ ഒഴിവാക്കുക. എനിക്കൊരുപാട് അറിവുണ്ട്, നിങ്ങളെല്ലാം കേൾവിക്കാരാണ് എന്ന ചിന്ത എപ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നു, ഞാൻ അപ്പം നശിച്ചു. കാരണം ഇതൊന്നും എൻ്റെ അറിവുകളല്ല. നോക്കൂ, ശ്രീല പ്രഭുപാജിയുടെ വാക്കുകളാണ്, നമ്മുടെ വാക്കുകളല്ല. ഈ ബുക്കിലുള്ള, ഈ ഗ്രന്ഥത്തിലുള്ള ഒരു വാക്ക് പോലും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. എത്രയോ ക്ലാസ്സുകൾ നമ്മൾ എടുത്തു. എൻ്റെ നിങ്ങളുടെ മനസ്സ് ഒരുപോലെയാണ്. കേൾക്കുന്ന സമയത്തുണ്ടാവും, അത് കഴിഞ്ഞാൽ അതങ്ങ് മറക്കും. തുല്യരാണ് നമ്മളെല്ലാവരും. ഇവിടെ എടുക്കുന്നവനും കേൾക്കുന്നവനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പറയുന്നത് കൃഷ്ണയെക്കുറിച്ചാണോ? നമ്മൾ രണ്ട് കൂട്ടരും ഭഗവാനിലേക്കാണ് നോക്കുന്നത്. ഒരേപോലെ ഭഗവാനിലേക്കാണ് നോക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വലിപ്പമില്ല, ചെറുപ്പമില്ല, ഒന്നുമില്ല. തുല്യതാ മനോഭാവം, നിഷ്പക്ഷഭാവം, അതാണ് നമ്മൾ കൈവരിക്കേണ്ടത്. പിന്നെന്താ പറയുന്നത്? രണ്ട് നിലയിലും ജീവാത്മാവ് കൃഷ്ണന്റെ ദാസൻ തന്നെയാണ്. ഉയർന്നവനും ചെറിയവനും കൃഷ്ണന്റെ ദാസൻ തന്നെയാണ്. അല്ലാതെ അവൻ എന്നെ കുറച്ച് ഉയർന്നവനാണ്, അപ്പം അവൻ ഭഗവാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എന്ന ചിന്തയൊന്നും വേണ്ട. ഉയർന്നവനായാലും ശരി, ചെറിയവനായാലും ശരി, ഭഗവാന്റെ ദാസൻ തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ലേ ഭഗവാന്റെ മുന്നിൽ. ഓക്കെ, കൃഷ്ണാവബോധത്തിൽ ഈ സമദർശിത്വം പൂർണ്ണമായിട്ടുണ്ടാവണം. കൃഷ്ണാവബോധം വന്നു കഴിഞ്ഞാൽ ഈ സമഭാവന നമ്മളുടെ ഉള്ളിൽ ഉറപ്പായിട്ടും വന്നിരിക്കും, യാതൊരു സംശയമില്ല. ഈ സമഭാവന നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നാൽ നമുക്കെന്തായി? കൃഷ്ണൻ സമീപസ്ഥനായി. ആ കൃഷ്ണാനുഭവമാണ് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത്. ഓക്കെ, ഗോവിന്ദ് ബോലോ ഹരി. ഗോവിന്ദ് ബോലോ ഹരി ഗോപാൽ ബോലോ. അതാണ് പറയേണ്ടത്. സമഭാവം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? കൃഷ്ണദാസന്മാരായ നമ്മൾ എന്താ പറയുക, കുറച്ചു നേരം ഭഗവാനെ കുറിച്ച് സംസാരിച്ചു ഒരേപോലെ. അതാണ് ഇന്നത്തെ ക്ലാസ്. മാക്സിമം ഷെയർ ചെയ്യില്ലേ? കൃഷ്ണദാസന്മാരാണ് നമ്മൾ. അതെ, ഷെയർ ചെയ്യും. ഹരി ബോൾ. Good night.
നമസ്തേ അമ്മേ. അപ്പോൾ हरे कृष्णा, सर्वम कृष्ण अर्पणमस्तु. प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപ്രിയേഷൻ की जय. കൃഷ്ണദാസന്മാരായ നിങ്ങളുടെ എല്ലാവരുടെയും തൃപ്പാദത്തിൽ ഞാൻ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.